നമസ്കാരം. 1980 ഏപ്രിൽ 30 സമയം രാവിലെ 11:25 ആ സമയത്താണ് ലണ്ടനിലെ ഇറാനിയൻ എംബസിയിലേക്ക് ഒരു 6 അംഗ ടീം എത്തുന്നത്. ആ ടീം അവിടെ വരുമ്പോൾ വേറെ ആളുകളൊക്കെ ആ എംബസിയുടെ മുന്നിലുണ്ട്. പക്ഷെ വന്ന ആളുകളുടെ കയ്യിൽ ഗണ്ണുകളുണ്ട്. പോളിഷ് നിർമ്മിത ഗണ്ണുകളും സോവിയറ്റ് നിർമ്മിത ഗണ്ണുകളൊക്കെ അവരുടെ കൈവശമുണ്ട്. ആ ഗണ്ണുകൾ അവർ പുറത്തെടുത്തോടുകൂടി എംബസിക്ക് പുറത്തുണ്ടായിരുന്ന ആളുകളൊക്കെ ശരിക്കും പരിഭ്രാന്തരായ ആ ആളുകളെ മുഴുവൻ എംബസിക്കുള്ളിലേക്ക് ഓടിച്ച് കയറ്റിയ ആ 6 അംഗ സംഘത്തിലെ 5 പേരും എംബസിക്കുള്ളിലേക്ക് കയറപ്പോൾ ആറാമൻ, അവരുടെ നേതാവ്, അയാളുടെ കയ്യിലുള്ള ആ ഓട്ടോമാറ്റഡ് ഗൺ നേരെ മുകളിലേക്ക് പിടിച്ചു. ആ ഗണ്ണിലുള്ള സകല വെടിയുണ്ടകളും മുകളിലേക്ക് തുരുതുര പെയ്തിറങ്ങുമ്പോൾ ശരിക്കും ഒരു ശബ്ദ കോലാഹലം ഉണ്ടാവുകയാണ്. ആ സമയത്താണ് മറ്റൊരാൾ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സെക്യൂരിറ്റി ഗാർഡിന്റെ നെഞ്ചിലേക്ക് അയാളുടെ ഗണ്ണ് ചേർത്ത് വെക്കുന്നത്. ആ സെക്യൂരിറ്റി ഗാർഡിന്റെ ദേഹത്ത് ഒരു കോട്ടുണ്ട്. കോട്ടിനകത്ത് 6 തിരകളുള്ള ഒരു റിവോൾവർ റെഡിയായി ഇരിപ്പുണ്ട്. പെട്ടെന്ന് അവിടേക്ക് ആളുകൾ ഓടിയെത്തി ആളുകളെ എംബസിക്കുള്ളിലേക്ക് ഓടിച്ചു കയറ്റുകയും മുകളിലേക്ക് നിറയൊഴിക്കുകയും ചെയ്തപ്പോൾ സെക്യൂരിറ്റി ഗാർഡ് ട്രെവർ ലോക്ക് ലേശം ഒന്ന് അമ്പരന്ന് പോയിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ട്രെവർ ലോക്ക് അന്തപ്പെട്ട് നിൽക്കുമ്പോഴാണ് അയാളുടെ നെഞ്ചിലേക്ക് ഗണ്ണ് ചേർത്ത് പിടിക്കുന്നത്. അയാളോടായി ആ തോക്കുധാരി പറഞ്ഞു, ഹാൻഡ്സ് അപ്പ്, ഇല്ലെങ്കിൽ ഇപ്പോ നിന്നെ ഞാൻ കൊല്ലും. ആ തോക്കുധാരി ആവശ്യപ്പെട്ട അനുസരിച്ച് ട്രെവർ ലോക്ക് കൈകൾ ഉയർത്തുന്നതിനിടയിൽ തന്നെ അയാളുടെ കൈവശമുള്ള റേഡിയോയിൽ ഒന്ന് പ്രസ് ചെയ്തു. ആ റേഡിയോയിലെ പാനിക് ബട്ടണിലാണ് ട്രെവർ ലോക്ക് വളരെ വിജയകരമായി ഗൺമാന്റെ ശ്രദ്ധയപ്പെടാതെ പ്രസ് ചെയ്യുന്നത്. ആ പാനിക് ബട്ടൺ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് സ്കോട്ട്ലൻഡ് യാർഡുമായി ബന്ധിപ്പിച്ചാണ്. സ്കോട്ട്ലൻഡ് യാർഡിൽ ആ നിമിഷം വിവരമറിഞ്ഞു. ട്രെവർ ലോക്കിനെയും കൊണ്ട് ആ ഗൺമാൻ എംബസിക്കുള്ളിലേക്ക് കയറി. ഈ സമയത്ത് എംബസിക്കുള്ളിൽ അനവധി ആളുകൾ തടവിലാക്കപ്പെട്ടിരിക്കുകയാണ്. തടവിലാക്കപ്പെട്ടിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ BBC-യുടെ 2 ലേഖകരുമുണ്ട്. BBC ലേഖകർ സിം ഹാരിസും ക്രിസ് ഹാമറുമാണ് അവർക്ക് പുറമെ ഇറാൻ എംബസിയുടെ സ്റ്റാഫുകളായ 17 പേരും 8 സന്ദർശകരുമാണ് ഇപ്പോൾ ബന്ദികളാക്കപ്പെട്ട നിലയിൽ ആ എംബസിക്കുള്ളിലുള്ളത്. എംബസി ഒരു 5 നില ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലേക്കാണ് ആ തോക്കുധാരികൾ ഇപ്പോൾ കയറിയിരിക്കുന്നത്. തോക്കുധാരികളിൽ ഒരാൾ ആകാശത്തേക്ക് നിറയൊഴിച്ചുകൊണ്ട് അകത്തേക്ക് ആളുകളെ ഇടിച്ചു കയറ്റുമ്പോൾ ഭയന്നുപോയ 2 പേർ ആ നിലയിലുള്ള ജനാല വഴി പുറത്തേക്ക് ചാടിയിരുന്നു. ഇതേ സമയത്ത് ചില ആളുകൾ 1ാമത്തെ നിലയിലേക്ക് ഓടിക്കയറിയിരുന്നു. 1ാമത്തെ നിലയിൽ നിന്നും ചിലർ പുറത്തേക്ക് ചാടാൻ ശ്രമിച്ചിട്ടുണ്ട്. പുറത്തേക്ക് ചാടിയ ആളുകളെ ഈ തോക്കുധാരികൾ സ്വാഭാവികമായും കീഴടക്കുകയും ചെയ്തു. അവരെയും കൂടി അവർ വീണ്ടും ആ എംബസിക്കുള്ളിലേക്ക് കൊണ്ടുവന്നു. അകത്ത് ബന്ദികളാക്കപ്പെട്ട ആളുകളെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു രംഗം ഇതിനിടയിലുണ്ടായി. ഈ തോക്കുധാരികളിൽ ഒരാൾ അയാളുടെ കൈവശമുള്ള ഗ്രനേഡിന്റെ പിന്ന് വലിച്ചൂരുകയും വീണ്ടും വെക്കുകയും ചെയ്യും. ശരിക്കും ഗ്രനേഡിന്റെ പിന്ന് ഒരുപാട് നേരം അങ്ങനെ വലിച്ചൂരി നിന്നാൽ ആ ഗ്രനേഡ് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. ആ ഗ്രനേഡിന്റെ പിന്ന് ആ തോക്കുധാരി വലിച്ചൂരുമ്പോൾ അതോട് തന്നെ ബന്ദികൾ വല്ലാതെ ഭയക്കുന്നുണ്ട്. അവരുടെ മുഖത്തെ ഭയം കാണുമ്പോൾ അയാൾക്കൊരു സുഖം. അയാൾ വീണ്ടും ആ പിന്നിളക്കും, പിന്നെ വെക്കും. ഈ ഒരു പരിപാടി അങ്ങനെ നടക്കുന്നതിനിടയിൽ പാനിക് ബട്ടൺ പ്രസ് ചെയ്യപ്പെട്ടപ്പോൾ ഇൻഫർമേഷൻ കിട്ടിയ സ്കോട്ട്ലൻഡ് യാർഡിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു സംഘം പോലീസ് എംബസിയിലേക്ക് തിരിച്ചു. എംബസിക്കുള്ളിൽ നിന്നുള്ള വെടിയുടെ ശബ്ദം സ്വാഭാവികമായിട്ടും റോഡിലൂടെ പോകുന്ന വാഹനങ്ങളിലുള്ള ആളുകളും റോഡിലുണ്ടായിരുന്ന ആളുകളൊക്കെ കേട്ടിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് റോഡിലുള്ള ആളുകൾക്ക് മനസ്സിലാക്കും മുമ്പ് അനവധി പോലീസ് വാഹനങ്ങൾ ആ എംബസിയുടെ മുന്നിലേക്ക് വന്നു. ആ വാഹനങ്ങൾ അതിവേഗം ആ എംബസിയെ അങ്ങ് വളയുകയും ചെയ്തു. എന്തോ ഗുരുതരമായ ഒരു കാര്യം എംബസിക്കുള്ളിൽ സംഭവിക്കുന്നുവെന്ന് ഒരു ധാരണ സ്വാഭാവികമായിട്ടും നിരത്തിലുള്ള ആളുകൾക്കുണ്ടായി. ആ ധാരണ ഉണ്ടായതും എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടി ആളുകൾ റോഡിൽ തന്നെ നിന്നു തുടങ്ങി. പതുക്കെ അതൊരു ആൾക്കൂട്ടമായി അങ്ങ് മാറുകയാണ്. ഇറാൻ എംബസിക്കുള്ളിൽ നിന്ന് വെടിവെപ്പിന്റെ ശബ്ദം കേട്ടുവെന്നും അവിടേക്ക് പോലീസ് സംഘം എത്തിയെന്നുള്ള വിവരം ഈ നിമിഷത്തിൽ തന്നെ മീഡിയകളും അറിഞ്ഞിരുന്നു. മീഡിയകളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അനവധി വാഹനങ്ങൾ തത്സമയം ആ ഭാഗത്തേക്ക് ഓടിയെത്തി. ഇറാൻ എംബസിയോട് ചേർന്നാണ് എത്യോപ്യൻ എംബസി ഉള്ളത്. എത്യോപ്യൻ എംബസിക്കകത്തുള്ള ആളുകളും വല്ലാതെ അമ്പരപ്പോടെ പുറത്തേക്ക് നോക്കുന്നുണ്ട്. ശരിക്കും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് ആർക്കും ഒരു പിടിയില്ല. പോലീസ് ആണെങ്കിൽ
അധികം സംസാരിക്കാൻ നിൽക്കാതെ അതിവേഗം ആ എംബസി ബിൽഡിങ്ങിൽ വളയുന്ന തിരക്കിലാണ്. എംബസിയുടെ വാതിൽ അടച്ചിരിക്കുന്നത് സ്വാഭാവികമായും പുറത്ത് തെരുവിലുള്ള ആളുകൾക്കും അതുപോലെ പോലീസിനും കാണാം. അകത്ത് ഉള്ള എംബസി ജീവനക്കാർക്ക് എന്ത് പറ്റി എന്ന് ആർക്കും ഒരു വിവരവുമില്ല. ആ സമയത്താണ് ഒരു ജനാലയുടെ അടുത്തായി ഒരാൾ പ്രത്യക്ഷപ്പെട്ടത്. ജനാല പകുതി തുറക്കുമ്പോൾ പോലീസിനും ജനങ്ങൾക്കും കുറച്ച് വ്യക്തമായിട്ട് തന്നെ ആ കാഴ്ച കാണാം. ഒരു തോക്കുധാരി എംബസിയിലെ ഒരു ജീവനക്കാരൻ്റെയോ അല്ലെങ്കിൽ എംബസിയിൽ ബന്ദിയാക്കപ്പെട്ടിരിക്കുന്ന ആരുടെയോ പുറത്ത് തോക്ക് ചൂണ്ടിരിക്കുകയാണ്. അതിനുശേഷം അയാൾ ഉറക്കെ അയാളെ സ്വയം പരിചയപ്പെടുത്തി. അയാളുടെ പേര് ഓൻ അലി എന്നാണ് അയാൾ പറഞ്ഞത്. അയാൾ വന്നിരിക്കുന്നത് DRMLA എന്ന സംഘടനയിൽ നിന്നാണ്. അത് ഒരു ഡെമോക്രാറ്റിക് റവല്യൂഷണറി മൂവ്മെന്റ് ആണ്. ഇറാനിലെ ഖുർദിസ്ഥാൻ മേഖലയിൽ താമസിക്കുന്ന ആളുകളെ അവിടെ നിന്ന് സ്വതന്ത്രരാക്കാനായി അവിടെയുള്ള ആളുകൾ രൂപീകരിച്ചിരിക്കുന്ന സംഘടനയാണ്. ഇറാന്റെ സകല സമ്പത്തിന്റെ ബേസ് ഈ ഖുർദിസ്ഥാനാണ്. ഖുർദിസ്ഥാനിൽ ഇഷ്ടംപോലെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളുണ്ട്. ആ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളിലും എണ്ണപ്പാടങ്ങളും അതുപോലെ സംവിധാനങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ അവിടെ സമ്പന്നമായ സ്ഥലമാണ്. ആ സ്ഥലത്തുള്ള ആളുകൾ ശരിക്കും ഇപ്പോൾ ഒരു പ്രതിസന്ധിയിലാണ്. 1953 ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് അട്ടിമറിച്ചതിന് ശേഷം പ്രവാസിയായിരുന്ന ഷായെ അവിടെ അവർ ഭരണത്തെ കൊണ്ടുവന്നിരുന്നു. ഷാ യഥാർത്ഥത്തിൽ US-ന്റെയും ബ്രിട്ടന്റെയും ഒരു കളിപ്പാവയാണ്. ആ കളിപ്പാവയെ വെച്ച് ബ്രിട്ടനും US-ഉം ഇറാൻ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 79 ഇറാനിൽ ഇസ്ലാമിക് വിപ്ലവം ഉണ്ടാകുന്നത്. ആ വിപ്ലവത്തിന്റെ അവസാനം അയത്തുള്ള ഖുമൈനി നേതൃത്വം കൊടുക്കുന്ന മത അടിസ്ഥാനത്തിലുള്ള ഒരു ഭരണകൂടമാണ് ഇറാനിൽ നിലവിൽ വന്നത്. ആ ഭരണകൂടം നിലവിൽ വന്നപ്പോൾ അതുവരെ സകല ജനാധിപത്യ സംവിധാനങ്ങളും അനുഭവിച്ചിരുന്ന ഖുർദിസ്ഥാൻ മേഖലയിലെ ആളുകൾ ശരിക്കും പെട്ടതുപോലെയായി. ആ ഖുർദിസ്ഥാൻ മേഖല ഇറാന്റെ ഹൃദയമാണ്. അവിടെയാണ് സകല എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളും നിലനിൽക്കുന്നത്. ശരിക്കും സമ്പന്നരായിരുന്നു അവിടെയുള്ള ആളുകൾ. അവരുടെ അധികാരങ്ങളും അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഖനിക്കപ്പെടുന്നു എന്ന് മനസ്സിലായതും അവിടെയുള്ള ആളുകൾ ഇറാനിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. അതാണ് ഈ ഡെമോക്രാറ്റിക് റവല്യൂഷൻ ഫ്രണ്ട് എന്ന് പറയുന്നത്. ഡെമോക്രാറ്റിക് റവല്യൂഷൻ ഫ്രണ്ട് ഓഫ് അറബിസ്ഥാൻ എന്നാണ് അവർ വിളിക്കുക. ശരിക്കും ആ കുർദിസ്ഥാൻ മേഖലയെ അവർ വിളിക്കുന്ന പേര് അറബിസ്ഥാൻ എന്നാണ്. അറബിസ്ഥാൻ എന്ന രാജ്യം ഇറാനിൽ നിന്ന് വേറിട്ട് ഒരു രാജ്യമായി മാറണം. അതാണ് ഈ സംഘടനയുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഇറാനെ പ്രേരിപ്പിക്കാൻ വേണ്ടിയാണ് അവർ ഇറാൻ എംബസി കീഴടക്കിയിരിക്കുന്നത്. ആ ജനാലയിലൂടെ ഇത്രയും കാര്യങ്ങൾ ആ തോക്കുധാരി ഉറക്കെ വിളിച്ചു പറയുകയാണ്. ഓയിൻ അലി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതും ഓയിൻ അലിയോടായി ആ എംബസിയെ വളഞ്ഞു നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ ഒരാൾ ചോദിച്ചു, അകത്തുള്ള ബന്ദികളെ മോചിപ്പിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പുതിയൊരു രാജ്യം ഉണ്ടാക്കിയാലേ എംബസിയിലെ ആളുകളെ മോചിപ്പിക്കുന്നതൊക്കെ പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ലല്ലോ. സ്വാഭാവികമായിട്ടും അതിന് ഓയിൻ അലിക്ക് മറുപടി ഉണ്ട്. ഖുർദിസ്ഥാൻ മേഖലയിൽ ശരിക്കും സമാധാനപരമായി പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരുന്ന ആളുകളെ അയത്തുള്ള ഖുമൈനിയുടെ പുതിയ ഭരണകൂടം തടവിലാക്കിയിരിക്കുകയാണ്. അങ്ങനെ തടവിലാക്കപ്പെട്ട 91 ആളുകളെ അടിയന്തരമായി മോചിപ്പിക്കണം. അവരെ മോചിപ്പിച്ചാൽ എംബസിയിലെ ആളുകളെ മോചിപ്പിക്കാമെന്നാണ് ഓയിൻ അലി ആ പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞത്. ഇത്രയും പറഞ്ഞതിന് ശേഷം ഓയിൻ അലോ ജനാല അടച്ചു. ഓയിൻ അലോ ജനാല അടച്ചതും പുറത്ത് പോലീസ് ഉദ്യോഗസ്ഥർ കൂടിയാലോചന തുടങ്ങി. അകത്ത് ഇറാൻ എംബസിയിലെ ആളുകളെ ബന്ദികളാക്കിയിരിക്കുന്ന ആള് പറഞ്ഞ ഡിമാൻഡ് സ്വാഭാവികമായിട്ടും മേലുദ്യോഗസ്ഥരെ അവർ അറിയിക്കണമല്ലോ. അവർ ആ വിവരം അപ്പൊ തന്നെ മേലുദ്യോഗസ്ഥരെ അറിയിച്ചു. ഈ സമയത്താണ് ഡെപ്യൂട്ടി അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് ജോൺ ഡെല്ലോ സ്ഥലത്തെത്തുന്നത്. ആ നിമിഷം മുതൽ ജോൺ ഡെല്ലോ ഈ ഓപ്പറേഷന്റെ പൂർണ്ണ ചുമതല ഏറ്റെടുക്കുകയാണ്. ജോൺ ഡെല്ലോ തൊട്ടടുത്തുള്ള ഒരു സ്കൂൾ ബിൽഡിംഗ് ക്യാമ്പ് ഓഫീസായി കൺവേർട്ട് ചെയ്തു. റോയൽ സ്കൂൾ ഓഫ് നീഡിൽ വർക്ക് എന്നും മോണ്ടിസോറി നഴ്സിംഗ് സ്കൂൾ എന്നുള്ള 2 സ്ഥാപനങ്ങളാണ് അവിടെ ഉള്ളത്. ആ ബിൽഡിങ്ങുകളെയാണ് താൽക്കാലിക ക്യാമ്പ് ഓഫീസായി ജോൺ ഡെല്ലോ കൺവേർട്ട് ചെയ്യുന്നത്. അതേ സമയത്ത് തന്നെ അക്രമികളുമായി സംസാരിക്കാൻ വേണ്ടി ഒരു ടെലിഫോൺ ലൈൻ ഉണ്ടാക്കാനുള്ള ശ്രമവും പോലീസ് ആരംഭിച്ചു. പോലീസ് അങ്ങനെ ആരംഭിക്കുന്നതിന് തൊട്ടു മുന്നേ തന്നെ ആ എംബസിയിൽ നിന്ന് പുറത്തേക്കുള്ള എല്ലാ ടെലിഫോൺ ലൈനുകളും പോലീസ് കട്ട് ചെയ്തിരുന്നു. ഒരേ ഒരു കമ്മ്യൂണിക്കേഷൻ മാത്രമേ പാടുള്ളൂ, അതാണ് പോലീസിന്റെ ലൈൻ. അതിനുവേണ്ടി ഒരു ഹോട്ട് ലൈൻ അവർ സ്ഥാപിക്കുകയാണ്. എംബസി ഗേറ്റിനടുത്ത് നിന്ന് ഒരു പുതിയ ലൈൻ വലിച്ച് ആ ലൈനിലുള്ള ടെലിഫോൺ ആ ബിൽഡിങ്ങിന്റെ വാതിലിന് അടുത്ത് അവർ കൊണ്ടുവന്ന് വെക്കുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും ആ എംബസിക്ക് അകത്തുള്ള ആളുകൾ എപ്പോഴെങ്കിലും വാതിൽ തുറക്കുകയോ
ജനാല തുറക്കുകയും ചെയ്യുമ്പോൾ ടെലിഫോൺ ലൈൻ അവരെ അറിയിക്കണം. അതാണ് പോലീസിന്റെ ലക്ഷ്യം. അതല്ലെങ്കിൽ കോളാമ്പിയിലൂടെ വിളിച്ചു പറയണം. അതല്ലാതെ അകത്തുള്ള ആളുകളുമായി കോൺടാക്ട് ചെയ്യാൻ തൽക്കാലം ഒരു മാർഗവും പോലീസിന്റെ കയ്യിൽ ഇല്ല എന്നാണ് സത്യം. ടെലിഫോൺ ലൈൻ ശരിയാക്കുമ്പോൾ തന്നെ പോലീസ് ചീഫ് ഇൻസ്പെക്ടർ മാക്സ് വെർണോണും സ്ഥലത്തെത്തി. അദ്ദേഹത്തിന്റെ ചുമതല ഈ അക്രമികളുമായി നിരന്തരമായ ഒരു ബന്ധം ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. ഇതേ സമയത്ത് തന്നെ ഗവൺമെന്റിന്റെ ക്രൈസിസ് മാനേജ്മെന്റ് ടീമിന് നേതൃത്വം കൊടുക്കുന്ന ഹോം സെക്രട്ടറി വില്യം വൈറ്റ്ലോയുടെ നേതൃത്വത്തിൽ ഒരു ഉന്നതതല സംഘത്തിന്റെ മീറ്റിംഗ് ആരംഭിച്ചു. ആ മീറ്റിംഗ് തുടങ്ങുന്നതിന് തൊട്ടു മുന്നേ തന്നെ വൈറ്റ്ലോ പ്രധാനമന്ത്രി മാർഗരറ്റ് താച്ചറെ ഫോണിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. ആ സമയത്ത് താച്ചർ മറ്റൊരു സ്ഥലത്താണ്. താച്ചർ വൈറ്റ്ലോയോട് ഒരേ ഒരു കാര്യമാണ് പറഞ്ഞത്. ഒരു കാരണവശാലും എംബസിയിലേക്ക് കടന്ന ആ അക്രമികളെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. 2, ഒരു ഡിമാൻഡും അംഗീകരിക്കരുത്. ഒരു കാരണവശാലും അക്രമികളുടെ ഒരു ഡിമാൻഡും അംഗീകരിക്കേണ്ട എന്ന് ചർച്ച തുടങ്ങുന്നതിന് മുന്നേ തന്നെ പ്രധാനമന്ത്രി മാർഗരറ്റ് താച്ചർ ഹോം സെക്രട്ടറിയെ അറിയിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ മൈൻഡ് സെറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് വൈറ്റ്ലോ ആ എമർജൻസി മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. പ്രധാനമന്ത്രി മാർഗരറ്റ് താച്ചർ വളരെ വ്യക്തമായ നിർദ്ദേശം വൈറ്റ്ലോയ്ക്ക് കൊടുത്തതുകൊണ്ട് തന്നെ ആ എമർജൻസി മീറ്റിംഗിന് ശരിയായ ഒരു ദിശാബോധം ഉണ്ടായി. അവർ ആ മീറ്റിംഗിൽ തന്നെ സ്പെഷ്യൽ എയർ സർവീസിനെ രംഗത്തിറക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ബ്രിട്ടന്റെ SAS, അതായത് സ്പെഷ്യൽ എയർ സർവീസ്, ശരിക്കും ഒരു രഹസ്യ സംഘടനയാണ്. ബ്രിട്ടന്റെ രഹസ്യ സംഘടനയായ MI6 പോലെ തന്നെ രഹസ്യ സ്വഭാവമുള്ള സംഘടനയാണ് ഈ SAS-ന്റെ ഓപ്പറേഷന്റെ ഭാഗമാകുന്ന വ്യക്തികൾ ആരൊക്കെയാണെന്നോ അവരുടെ ഓപ്പറേഷൻ രീതികൾ എന്തൊക്കെയാണെന്നോ സാധാരണ ജനത്തിന് സാധാരണഗതിയിൽ ഒരു വിവരം കിട്ടാറില്ല. ആ SAS-നെയാണ് ഇറാൻ എംബസിയിൽ അകപ്പെട്ടിരിക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താനായി രംഗത്തിറക്കാൻ ക്യാബിനറ്റ് കമ്മിറ്റി തീരുമാനിച്ചത്. ഇതേ സമയത്ത് വേറെ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുകയാണ്. ലണ്ടനിലെ ഇറാൻ എംബസി ഖുദിസ്ഥാൻ മേഖലയിലുള്ള ആളുകൾ കൈയടക്കിയ വിവരം ഇറാനിലെ ടെഹ്റാനിൽ അറിഞ്ഞു. ടെഹ്റാനിലെ ഭരണകൂടത്തിന്റെ റിയാക്ഷൻസും പെട്ടെന്ന് തന്നെ ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാൻ എംബസിയിൽ എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല എന്നാണ് ടെഹ്റാന്റെ നിലപാട്. ഖുദിസ്ഥാൻ കലാപകാരികളായ ആളുകൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു നിർദ്ദേശവും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് ഇറാൻ ഗവൺമെന്റിന്റെ സ്ഥിരീകരണം ഉണ്ടായി. ഈ സമയത്ത് ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇറാനിലെ US എംബസി ആ നിമിഷത്തിലും ഇറാനിലെ ചില ആളുകളുടെ കസ്റ്റഡിയിലാണ്. ആ എംബസി ഇറാൻ മത തീവ്രവാദികൾ കീഴടക്കിയിട്ട് കുറെ നാളുകളായി. ആ എംബസിയിലെ അകപ്പെട്ടിരിക്കുന്ന ആളുകളെ മോചിപ്പിക്കാനായി US ചില ശ്രമങ്ങളൊക്കെ നടത്തി നോക്കിയെങ്കിലും അതെല്ലാം പരാജയപ്പെട്ടിരിക്കുന്ന സമയമാണ്. ഒരേ സമയത്ത് 2 സ്ഥലത്ത് 2 വ്യത്യസ്ത സംഭവങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. ടെഹ്റാനിലെ US എംബസി ഇറാൻ തീവ്രവാദികളുടെ പിടിയിലാണെങ്കിൽ ലണ്ടനിലെ ഇറാൻ എംബസി ഖുർദിസ്ഥാൻ തീവ്രവാദികളുടെ പിടിയിലാണ്. ഇതേ സമയത്ത് തന്നെ പോലീസിന്റെ ആ കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിന്റെ ചുമതലയുള്ള മാക്സ് വെർണൺ എംബസിയിലെ ആ നേതാവ് ON അലിയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇറാൻ സർക്കാരിന്റെ തീരുമാനം എന്താണെന്നും ON മാക്സ് വെർണൺ അറിയിച്ചു. ഏപ്രിൽ 30 ആ രാത്രി അതിവേഗം അങ്ങ് കടന്നുപോയി. നേരം പുലർന്നതോടുകൂടി കൂടുതൽ ആളുകൾ എംബസിയുടെ സമീപത്തെ എത്തി തുടങ്ങി. ഈ സമയത്ത് ലൈവ് ടെലികാസ്റ്റും ആരംഭിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് എംബസിയുടെ വാതിലിനടുത്ത് ഒരു ശബ്ദം കേട്ടത്. വാതിൽ പെട്ടെന്ന് തുറക്കുകയും ഒരാൾ പുറത്തേക്ക് വീഴുകയും ചെയ്തു. പുറത്ത് ഗേറ്റിന് സമീപത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഓടി ബിൽഡിങ്ങിന് മുന്നിലേക്ക് വന്നു. എംബസി ബിൽഡിങ്ങിന്റെ വാതിൽ വഴി പുറത്തേക്ക് വീണിരിക്കുന്ന ആളെ ഓടിയെത്തിയ പോലീസുകാർ തിരിച്ചറിഞ്ഞു. അദ്ദേഹം BBC-യുടെ ന്യൂസ് പ്രൊഡ്യൂസറായ ക്രിസ് കാർമറാണ്. ക്രിസ് കാർമറിന്റെ അടുത്തേക്ക് ഓടിയെത്തിയ പോലീസുകാർ ക്രിസ് കാർമറെ സ്ട്രെച്ചറിലേക്ക് കയറ്റാൻ വേണ്ടിയാണ് ഓടിയെത്തിയത്. അകത്തുള്ള അക്രമികൾ ക്രിസ് കാർമറെ വെടിവെച്ച് കൊലപ്പെടുത്തി പുറത്തേക്ക് തള്ളിയതാണെന്നാണ് ആദ്യം അവിടെ ഓടിയെത്തിയ പോലീസ് കരുതിയത്. പക്ഷേ പോലീസ് ക്രിസ് കാർമറെ എടുത്തു പൊക്കുമ്പോൾ ക്രിസ് കാർമർ അവരോട് പറഞ്ഞു അദ്ദേഹത്തിന് ഹെൽത്ത് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ആ അക്രമികൾ അയാളെ അവിടുന്ന് പോകാൻ അനുവദിച്ചാണെന്ന്. ക്രിസ് കാർമറെ പോലീസ് അവരുടെ ആ പോസ്റ്റിനകത്തേക്ക് കൊണ്ടുപോകുന്ന അതേ സമയത്ത് മാക്സ് അകത്തുള്ള ON അലിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ON അലി മാക്സ് വെർണനോട് അവർ ഒരാളെ പുറത്തേക്ക് വിട്ട കാര്യം സൂചിപ്പിച്ചു. ആ ആളെ പുറത്തേക്ക് വിടുന്നതിന് പകരമായിട്ട് അകത്തുള്ള ബന്ദികൾക്കും അവർക്കും കഴിക്കാനുള്ള ആഹാര സാധനം എത്തിക്കണമെന്നാണ് വെർണനോട് ON പറഞ്ഞത്.
മാക്സ് അക്കാര്യം അപ്പോൾ തന്നെ അയാളുമായി ബന്ധപ്പെട്ട ആളുകളോട് സംസാരിക്കുകയും ഭക്ഷണം എത്തിക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. മാക്സ് വെർണനോട് ഭക്ഷണം കൊണ്ടുവരാനുള്ള കണ്ടീഷൻസും ഓൻ പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് മാക്സ് വെർണൻ ഓയനോട് സംസാരിച്ച് ഭക്ഷണം അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്ന അതേ സമയത്ത് BBC-യുടെ ആ ന്യൂസ് പ്രൊഡ്യൂസർ ക്രിസ് ക്രാമറോട് സംസാരിക്കുകയാണ് ഈ പരിപാടിക്ക് മുഴുവൻ നേതൃത്വം വഹിക്കുന്ന ജോൺ ഡെല്ലോ. ജോൺ ഡെല്ലോയ്ക്ക് കുറെ ഏറെ ഇൻഫർമേഷനാണ് ക്രിസ് വഴി ലഭിച്ചത്. അകത്ത് എത്ര അക്രമികളുണ്ട്, അവരുടെ കൈവശം ഏതൊക്കെ ശൈലുള്ള ആയുധങ്ങളുണ്ട്, ആ അക്രമികളുടെ രീതി എന്താണ്, അവര് എങ്ങനെയാണ് അകത്തുള്ള ബന്ദികളോട് പെരുമാറുന്നത്, അങ്ങനെ കുറേയേറെ കാര്യങ്ങളാണ് ഡെല്ലോയ്ക്ക് അറിയേണ്ടത്. അതിനും അപ്പുറത്തേക്ക് ഡെല്ലോയ്ക്ക് മറ്റൊരു കാര്യം കൂടി അറിയണം. ഈ അക്രമികൾ ആ ബിൽഡിങ്ങിൽ ഏത് ഭാഗത്താണ് ഉള്ളത്. 5 നിലയുള്ള ബിൽഡിംഗ് ആയതുകൊണ്ട് ബിൽഡിങ്ങിന്റെ ഏത് ഭാഗത്ത്, ഏത് മുറിയിൽ, ഏത് ഹാളിൽ അക്രമികൾ ഉണ്ടെന്ന് അറിഞ്ഞാലേ സ്വാഭാവികമായിട്ടും ഒരു കമാൻഡോ ഓപ്പറേഷൻ വിജയകരമായി നടത്താൻ പറ്റും. ഡെല്ലോയുടെ ചോദ്യങ്ങൾക്ക് ക്രാമർ അയാൾക്ക് അറിയാവുന്ന രീതിയിലേക്ക് മറുപടി കൊടുക്കുകയാണ്. ഈ സമയത്താണ് മാക്സ് വെർണൻ ആഹാര സാധനങ്ങളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വീണ്ടും എംബസിയുടെ അടുത്തേക്ക് വരുന്നത്. മാക്സ് വെർണനൊപ്പം ഒരാൾ കൂടിയുണ്ട്. രണ്ടുപേരും കൂടി ആ വാതിലിന്റെ അടുത്തെത്തി. മാക്സ് വെർണന് നേരത്തെ തന്നെ ഓൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടത്. ആ നിർദ്ദേശപ്രകാരം മാക്സ് വെർണൻ ഒരു കമ്പ് കൊണ്ട് വാതിലിലും ജനാലയിലും ഒന്ന് തട്ടി. അതൊരു സൂചനയാണ്. ആഹാര സാധനം എത്തി എന്ന് അകത്തുള്ള ബന്ദികളെ അറിയിക്കാനുള്ള സൂചന. ആ സൂചന ലഭിച്ചതും ഓൻ ജനാല ഒന്ന് തുറന്നു. ജനാല തുറക്കുമ്പോൾ മാക്സ് വെർണൻ അയാൾ കൊണ്ടുവന്നിരിക്കുന്ന ആഹാര സാധനം ആ ജനാല വഴി ഓന്റെ കയ്യിലേക്ക് കൊടുത്തു. ശരിക്കും ആഹാര സാധനം ആ വടിയുടെ മുകളിൽ വെച്ച് അതങ്ങനെ നീട്ടി കൊടുക്കുകയായിരുന്നു. ജനാലയ്ക്ക് അടുത്ത് മാക്സ് വെർണൻ എത്തിയാൽ ജനാലയ്ക്കുള്ളിലൂടെ അകത്തെ സംഭവവികാസങ്ങൾ കാണാൻ ഒരു അവസരം വെർണന് കിട്ടുമായിരുന്നു. അത് അകത്തുള്ള ഓനും അറിയാം. ഓൻ ആ കാഴ്ച വെർണൻ കാണണ്ടെന്ന് കരുതിയിട്ടാണ് ശരിക്കും വെർണനെ മാറ്റി നിർത്തി വെർണന്റെ കയ്യിൽ നിന്ന് ആ ആഹാര സാധനങ്ങൾ റിസീവ് ചെയ്യുന്നത്. എന്നാൽ ഇതേ നിമിഷത്തിൽ സകല TV ചാനലുകളും ഈ വിഷ്വൽ ഒപ്പിയെടുക്കുന്നുണ്ട്. സ്റ്റിൽ പിക്ചേഴ്സ് എടുക്കുന്ന ആളുകൾ സ്റ്റിൽ പിക്ചറും, വീഡിയോ എടുക്കുന്ന ആളുകൾ വീഡിയോ എടുക്കുന്നുണ്ട്. അത് ആ സമയത്ത് തന്നെ ലൈവായി ചാനലുകൾ ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്തു. അകത്തുള്ള ബന്ദികൾക്ക് ഭക്ഷണം എത്തിക്കുന്ന പോലീസിന്റെ ആ നടപടി അങ്ങനെയാണ് ആളുകൾ കാണുന്നത്. ഓനലി ആ ഭക്ഷണ സാധനങ്ങൾ ജനാലയ്ക്കുടി കൈപ്പറ്റിന് ശേഷം അത് അടുത്ത് നിൽക്കുന്ന വേറൊരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നതും TV ചാനലുകൾ വഴി നമുക്ക് കാണാം. അകത്തേക്കുന്ന ആളിന്റെ മുഖം TV-യിലൂടെ കാണാൻ പറ്റുന്നില്ലെങ്കിലും ജനാലയിൽ ചേർന്ന് നിൽക്കുന്ന ഓൻ ആ ഭക്ഷണ സാധനങ്ങൾ എടുത്തു നീട്ടുമ്പോൾ വേറെ 2 കൈ വന്നത് വാങ്ങുന്നത് കൃത്യമായി വിഷ്വലിൽ കിട്ടുന്നുണ്ട്. ഈ സമയത്ത് ഓനോട് മാക്സ് വെർണർ സംസാരിക്കുന്നുമുണ്ട്. മാക്സ് വെർണറോടായി ഓൻ പറഞ്ഞു, ഞങ്ങളുടെ ഡിമാൻഡ് നിങ്ങൾ എത്രയും പെട്ടെന്ന് നടത്തി തന്നില്ലെങ്കിൽ അകത്തുള്ള ബന്ദികളെ മുഴുവൻ ഞങ്ങൾ കൊല്ലും. അത് കേട്ടതും വെർണൻ ഓനോട് പറഞ്ഞു, ഗവൺമെന്റിന്റെ വിവിധ തലങ്ങളിൽ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് അല്പം കൂടി സമയം വേണം. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഇറാൻ സർക്കാരിനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ ഞങ്ങൾ ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുകയാണ്. ഇറാൻ ഗവൺമെന്റ് നിങ്ങളുടെ ഡിമാൻഡ് അംഗീകരിക്കുന്നില്ല. അവരെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ ഞങ്ങൾക്ക് സമയം വേണം. അത് കേട്ടതും ഓന്റെ അടുത്ത് ആ ഭക്ഷണം വാങ്ങുന്ന ആള് പറയുന്ന വാചകം വെറുതെ കേൾക്കാം. അയാൾ ഓനോട് പറഞ്ഞു, ഇവർ മനഃപൂർവ്വം സമയം നീട്ടുന്നതാണ്. അകത്തുള്ള കക്ഷി അറബിയിൽ പറഞ്ഞ വാചകം പൂർണ്ണ അർത്ഥത്തിൽ വെർണന് മനസ്സിലായിട്ടില്ല. പക്ഷെ ആ വാക്കുകളുടെ ഒരു ട്യൂൺ അനുസരിച്ച് അയാൾ പറയുന്നതിന്റെ ഏകദേശ ധാരണ വെർണന് മനസ്സിലാവുന്നുണ്ട്. വെർണനോടായി അകത്തുള്ള ഓൻ പറഞ്ഞു, നാളെ ഉച്ചയ്ക്ക് 2 മണിവരെ ഞാൻ സമയം തരാം. അത് കഴിഞ്ഞാൽ ബന്ദികളെ ഞങ്ങൾ കൊല്ലും. ഓൻ സംസാരിക്കുന്നത് ഇംഗ്ലീഷിലാണ്. അത് കേട്ടതും വെർണൻ ഓനോട് പറഞ്ഞു, അത് പോരാ, ഞങ്ങൾക്ക് 48 hours എങ്കിലും വേണം. കാര്യങ്ങൾ ഒരു കരയ്ക്ക് എത്തിക്കാൻ അത്രയും സമയം കൂടിയേ തീരും. ബ്രിട്ടനിൽ നിന്നുള്ള സുരക്ഷിതമായ അവരുടെ രക്ഷപ്പെടലാണ് അവർക്ക് ഉറപ്പാക്കേണ്ടത്. ആ കാര്യമാണ് ഓൻ വെർണനോട് പറയുന്നത്. വെർണനും ഓനും തമ്മിൽ രാത്രി ഹോട്ട് ലൈനിലൂടെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ഇറാൻ എംബസിക്ക് ചേർന്നുള്ള ആ നഴ്സറി സ്കൂളിൽ ബ്രിട്ടന്റെ രഹസ്യാന്വേഷണ സേന എത്തിക്കഴിഞ്ഞിരുന്നു. ശരിക്കും അവർ ഒരു കമാൻഡോ ഓപ്പറേഷൻ തയ്യാറെടുക്കുകയാണ്. അതേ സമയത്ത് തന്നെയാണ് മറുഭാഗത്തുള്ള എത്യോപ്യൻ എംബസിയിലേക്ക് കറുത്ത ഡ്രസ്സ് ധരിച്ച് ഈ SAS ടീമുകൾ കടന്നു കയറുന്നത്. രാത്രിയിൽ ഈ 2 ആക്ടിവിറ്റീസും പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ രാവിലെ ഭക്ഷണം കൈമാറുന്ന പ്രക്രിയ നടന്നു. ക്രൈസിസ് തുടങ്ങി 2ാമത്തെ ദിവസം മെയ് 1-നാണ് റോഡിൽ
ബ്രിട്ടീഷ് ഗ്യാസ് ഏജൻസിക്കാർ ഡ്രിൽ ചെയ്ത് തുടങ്ങിയത്. ആ സമയത്താണ് എത്യോപ്യൻ എംബസിയുടെ ചുവരുകളിൽ ഈ സൗണ്ട് പിടിച്ചെടുക്കാനുള്ള മൈക്രോഫോൺ വെക്കാൻ വേണ്ടി ഒന്ന് തുറന്നു തുടങ്ങുന്നത്. ആ സമയത്ത് ബിൽഡിങ്ങിനകത്തുള്ള ഓനും കൂടുതൽ ആൾക്കാർക്കും സംശയം തോന്നിയതുകൊണ്ട് അവർ അകത്ത് തടവിലാക്കപ്പെട്ടിരിക്കുന്ന ട്രെവർ ലോക്കിനോട് എന്താണ് ആ ശബ്ദം എന്ന് ചോദിച്ചപ്പോൾ അത് അപ്പുറത്ത് എന്തെങ്കിലും പണി ചെയ്യുന്നതായിരിക്കുമെന്ന് ഒരു മറുപടിയാണ് ലോക്ക് പറഞ്ഞത്. ലോക്ക് അങ്ങനെ മറുപടി പറയുമ്പോൾ തന്നെ ജനാലിലൂടെ ഓൻ ആക്രോശിക്കുകയും ചെയ്തു. എന്തെങ്കിലും കാരണവശാൽ അകത്തേക്ക് നുഴഞ്ഞു കയറാൻ ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ അകത്തുള്ള ആളുകളെ കൊല്ലുമെന്ന് ഓൻ പറഞ്ഞതും ഈ ഓപ്പറേഷൻ നേതൃത്വം കൊടുക്കുന്നവർ ഹീത്രൂ വിമാനത്താവളത്തിന് നിർദ്ദേശം കൊടുത്തപ്പോൾ ഹീത്രൂ വിമാനത്താവളത്തിലേക്ക് ഇറങ്ങുന്ന വിമാനങ്ങൾ എല്ലാം തന്നെ വളരെ താഴ്ന്ന് ഇറാൻ എംബസിക്ക് മുകളിലൂടെ പറന്നു തുടങ്ങി. ശബ്ദം കൂടെ കൂടെ വരുന്നതുകൊണ്ട് മറുഭാഗത്ത് തുരക്കുന്ന ശബ്ദം ഓനെ അലട്ടാതായി. ആ ദിവസം അങ്ങനെ കടന്നുപോയി. അങ്ങനെ മെയ് 2 ഇറാൻ എംബസിയിലെ ആളുകളെ ആ ഭീകരന്മാർ ബന്ദികളാക്കിയതിന്റെ 3ാമത്തെ ദിവസം. മെയ് 2 രാവിലെ 9:30 ഫസ്റ്റ് ഫ്ലോറിലെ ജനാല പതുക്കെ തുറക്കപ്പെട്ടു. ആ തുറക്കപ്പെട്ട ജനാലയിലൂടെ നമുക്ക് ഓനെ കാണാം. ഓൻ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. അയാൾക്ക് എത്രയും പെട്ടെന്ന് എംബസിക്കുള്ളിലെ ടെലക്സ് സംവിധാനവും ടെലിഫോൺ ലൈനുകളും കണക്ട് ചെയ്ത് കിട്ടണമെന്നാണ് ആവശ്യം. അയാൾ അങ്ങനെ പറഞ്ഞിട്ടും പുറത്ത് കാവലുള്ള പോലീസ് അനങ്ങാതെ വന്നതും അയാൾ ആ ഇറാൻ എംബസിയിലെ കൾച്ചറൽ അറ്റാഷെ അബ്ദുൽ ഫാസി എസാദിയെ ആ ജനാലയ്ക്ക് അടുക്കിലെത്തിച്ചു. റോഡിന് അപ്പുറത്ത് നിൽക്കുന്ന ജേർണലിസ്റ്റുകൾക്കും TV ക്യാമറകൾക്കും ആ കാഴ്ച വ്യക്തമായി കാണാം. എസാദിയുടെ കഴുത്തിലേക്ക് ഓൻ ഗണ്ണ് ചൂണ്ടിരിക്കുകയാണ്. എസാദിയുടെ കഴുത്തിലേക്ക് ഗൺ ചൂണ്ടിക്കൊണ്ട് ഓൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, എത്രയും പെട്ടെന്ന് BBC-യുമായി ബന്ധപ്പെട്ട ആരെങ്കിലും വരണം. അകത്തുള്ള BBC ലേഖകൻ സിം ഹാരിസിനെ പരിചയമുള്ള ഏതെങ്കിലും BBC ഉദ്യോഗസ്ഥർ അവിടേക്ക് വരണമെന്നാണ് ഓൻ ഉറക്കെ വിളിച്ചു പറഞ്ഞത്. സ്വാഭാവികമായിട്ടും പോലീസ് സംഘം BBC-യുടെ ആളുകളുമായി ചർച്ച ചെയ്തു. പോലീസിന്റെ അഭ്യർത്ഥന പ്രകാരം BBC ന്യൂസിന്റെ എഡിറ്ററും ന്യൂസ് പ്രൊഡ്യൂസറുമായ ടോണി ക്രാബ് അവിടെ എത്തി. ടോണി ക്രാബ് ആ ബിൽഡിങ്ങിന്റെ അടുത്തേക്ക് ലേശം ഭയന്ന വരുന്നത്. മുകളിലുള്ള ഓന്റെ കയ്യിൽ തോക്കുണ്ട്. ഓൻ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് താഴെ തറയിൽ നിൽക്കുന്ന ടോണി ക്രാബിനോട് ഉറക്കെ ചില കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു. ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ടോണി ക്രാബിനോട് ഉറക്കെ ഓൻ വിളിച്ചു പറയുന്നത് കൃത്യമായിട്ട് എന്താണെന്ന് റോഡിന്റെ മറുകരെ നിൽക്കുന്ന ജേർണലിസ്റ്റുകൾക്കോ അതുപോലെ TV-യിൽ ലൈവ് ടെലികാസ്റ്റ് നടത്തുന്ന ആൾക്കാർക്കോ മനസ്സിലാകുന്നില്ലെങ്കിലും ഒരു കാര്യം വ്യക്തമാണ്, അയാൾ വയ്ക്കുന്നത് ഡിമാൻഡ്സ് ആണ്. പക്ഷെ താഴെ ടോണി ക്രാബിന് എന്താണ് പറയുന്നത് കേൾക്കാം. ടോണി ക്രാബിനൊപ്പമുള്ള പോലീസുകാർക്ക് അത് കേൾക്കാം. 5 ഡിമാൻഡുകളാണ് ഓൻ ഉറക്കെ വിളിച്ചു പറഞ്ഞത്. ഒന്നാമത്തെ ഡിമാൻഡ്, അയാൾ പറയുന്ന കാര്യങ്ങൾ വൈകുന്നേരം 3 മണിക്ക് BBC-യിലൂടെ ടെലികാസ്റ്റ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം, അറബി അറിയാവുന്ന ആരെങ്കിലും നെഗോഷിയേഷന് വേണ്ടി രംഗത്ത് വരണം. മൂന്നാമത്തെ കാര്യം, അവരെ അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാനായി പ്രത്യേക വാഹനം അറേഞ്ച് ചെയ്യണം. നാലാമത്തെ കാര്യം, ഹീത്രൂ വിമാനത്താവളത്തിൽ അവർക്ക് വേണ്ടി ഒരു വിമാനം റെഡിയാക്കി വെക്കണം. അവിടെ വെച്ചിട്ടായിരിക്കും അവർ നോൺ ഇറാനിയൻ ആയിട്ടുള്ള ഹോസ്റ്റേജസിനെയൊക്കെ റിലീസ് ചെയ്യുക. അഞ്ചാമത്തെ കാര്യവുമായി ഓൻ പറഞ്ഞത് ഒരു വിമാനമാണ്. എല്ലാവിധത്തിലും റെഡിയായി നിൽക്കുന്ന ഒരു വിമാനം ഹീത്രൂ വിമാനത്താവളത്തിൽ അറേഞ്ച് ചെയ്ത് വെക്കണം. ഇവിടെ ഈ ഇറാനിയൻ എംബസിയിൽ നിന്ന് ഹോസ്റ്റേജസുമായി പ്രത്യേക വാഹനത്തിൽ ഹീത്രൂ വിമാനത്താവളത്തിൽ അവരെത്തുമ്പോൾ നോൺ ഇറാനിയൻ ആയിട്ടുള്ള ഹോസ്റ്റേജസിനെ അവർ റിലീസ് ചെയ്തതോടുകൂടി അവർക്ക് വിമാനത്തിൽ കയറാൻ പറ്റും. വിമാനത്തിലേക്ക് അവർ കയറി കഴിഞ്ഞ ഉടൻ അവർ പറയുന്ന ഡെസ്റ്റിനേഷനിലേക്ക് വിമാനം പറന്നു പോകണം. കാര്യങ്ങളൊക്കെ ഓൻ വളരെ വ്യക്തമായിട്ട് തന്നെ ടോണി ക്രാബിനോട് പറഞ്ഞു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വൈകുന്നേരം 3 മണിക്കുള്ള BBC ന്യൂസിൽ വരികയും വേണം. 3 മണിക്കുള്ള BBC ന്യൂസിന് വേണ്ടി ഓനും കൂട്ടരും വെയിറ്റ് ചെയ്യുമ്പോൾ ലണ്ടനിലെ ഭരണാധികാരികൾ വിവിധ എംബസികളുമായി കോൺടാക്ട് ചെയ്യുകയാണ്. അൾജീരിയയിലെയും ലെബനോണിലെയും കുവൈറ്റിലെയും സിറിയയിലെയും ഖത്തറിലെയും അംബാസഡർമാരെയാണ് അവർ കോൺടാക്ട് ചെയ്യുന്നത്. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ആവശ്യം കേട്ടതും ജോർദാൻ അംബാസഡർ ആ നിമിഷം തന്നെ ആ ആവശ്യം നിരസിച്ചു. ഒരു കാരണവശാലും നെഗോഷിയേഷന് അയാൾ റെഡിയല്ലെന്നാണ് അയാൾ പറഞ്ഞത്. അതേസമയത്ത് ബാക്കി 4 രാജ്യങ്ങളിലെ അംബാസഡർമാർ അവരവരുടെ സർക്കാരുമായി ചർച്ച ചെയ്തിട്ട് മറുപടി പറയാമെന്ന് ബ്രിട്ടീഷ് സർക്കാരിനോട് പറയുകയും ചെയ്തു. പറഞ്ഞതുപോലെ BBC-യിൽ ന്യൂസ് വായിക്കുകയുണ്ടായി. റേഡിയോ ന്യൂസാണ്. റേഡിയോ ന്യൂസ് വായിക്കുമ്പോൾ ആ വാർത്ത സ്വാഭാവികമായിട്ടും
എംബസിക്കകത്തുള്ള ആ ഭീകരന്മാരുടെ കയ്യിലിരിക്കുന്ന റേഡിയോയിലൂടെ അവരത് കേൾക്കുന്നുമുണ്ട്. അവർ പ്രതീക്ഷിച്ച ഒരു ഇമ്പാക്റ്റ് കൊടുത്തിട്ടല്ല ആ ന്യൂസ് വായനക്കാരൻ ന്യൂസ് വായിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാർത്ത കേട്ട നിമിഷത്തിലെ ഓന് ഒരു വല്ലാത്ത അസ്വസ്ഥയുണ്ട്. എന്നാൽ ഇതേ സമയത്ത് പോലീസ് ആ ഇറാനിയൻ എംബസിയുടെ കെയർ ടേക്കറെ അവരുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. അയാളുടെ കാര്യം തിരക്കുമ്പോഴാണ് ചില കാര്യങ്ങൾ പോലീസ് അറിയുന്നത്. ഇറാൻ എംബസിയുടെ മുൻവശത്തെ വാതിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് റീഇൻഫോഴ്സ്മെന്റ് നടത്തിയിരിക്കുകയാണ്. ആ വാതിലിനകത്ത് ഒരു ഇരുമ്പ് വാതിൽ നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിലെയും ഫസ്റ്റ് ഫ്ലോറിലെയും എല്ലാ ജനാലകളും റീഇൻഫോഴ്സ് ചെയ്തിരിക്കുകയാണ്. കെയർ ടേക്കർ പറഞ്ഞ ആ കാര്യങ്ങൾ കേട്ടതും പോലീസിന് ഒരു കാര്യം വ്യക്തമായി. സെല്ലാറിലൂടെയോ ഗ്രൗണ്ട് ഫ്ലോറിലൂടെയോ ഫസ്റ്റ് ഫ്ലോറിലൂടെയോ ആ എംബസിക്കുള്ളിലേക്ക് കയറാൻ പറ്റില്ല. ജനാലകളും അതുപോലെ വാതിലും തകർക്കാൻ വലിയ പാടാണ്. എംബസികൾ ആക്രമിക്കപ്പെടുന്ന ഒരു പതിവ് ഉള്ളത് കൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആ എംബസി ഒന്ന് പുതുക്കി പണിതപ്പോൾ മെച്ചപ്പെടുത്തിയതാണ്. സെല്ലാറിലൂടെയും ഗ്രൗണ്ട് ഫ്ലോറിലൂടെയും ഫസ്റ്റ് ഫ്ലോറിലൂടെയും അകത്തേക്ക് കടക്കാൻ കഴിയില്ല എന്ന് പൂർണ്ണ ബോധ്യമായതും എംബസിക്കുള്ളിലേക്ക് കടക്കാനുള്ള അടുത്ത മാർഗത്തെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചു തുടങ്ങി. മെയ് 2 ഈ സീജ് തുടങ്ങിയതിൻ്റെ 3-ാം ദിവസം അങ്ങനെ അവസാനിച്ചു. ഓൻ വല്ലാതെ അസ്വസ്ഥനാണ്. ആ അസ്വസ്ഥത മെയ് 3 എംബസി ആക്രമിച്ചതിൻ്റെ 4-ാം ദിവസം പുലർന്നപ്പോൾ തന്നെ ഓൻ്റെ മുഖത്ത് ദൃശ്യമാണ്. രാവിലെ തന്നെ, അതായത് രാവിലെ 6 മണിക്ക് തന്നെ ഫസ്റ്റ് ഫ്ലോറിലെ ജനാല തുറന്ന് ഓൻ ഉറക്കെ ആക്രോശിക്കുന്നത് ആ എംബസി വളഞ്ഞു നിൽക്കുന്ന പോലീസുകാർക്ക് കേൾക്കാം. മാക്സ് വെർണനെ എത്രയും പെട്ടെന്ന് കിട്ടണമെന്നാണ് അയാൾ വിളിച്ചു പറയുന്നത്. മാക്സ് വെർണൻ ആ ടെന്റിൽ നിന്ന് പുറത്തു വന്നപ്പോൾ മാക്സ് വെർണനോട് അയാൾ പറഞ്ഞു, എത്രയും പെട്ടെന്ന് അയാൾക്ക് ടോണി ക്രാബിനെ കിട്ടണം. ടോണി ക്രാബ് എന്ന ആ BBC ന്യൂസ് പ്രൊഡ്യൂസർ ഏറ്റിരുന്നത് പോലെയല്ല തലേ ദിവസം ന്യൂസ് ടെലികാസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബ്രോഡ്കാസ്റ്റ് ചെയ്ത് മാത്രമേ അയാൾ കണ്ടിട്ടുള്ളൂ. ടെലികാസ്റ്റ് അയാൾക്ക് കാണാൻ പറ്റത്തില്ല, കാരണം TV അവിടെ കട്ട് ചെയ്തിരിക്കുകയാണ്. ടോണി ക്രാബിനെ ഓൻ അന്വേഷിക്കുന്ന കാര്യം സ്വാഭാവികമായിട്ടും രാവിലത്തെ ബ്രേക്കിംഗ് ന്യൂസായിട്ട് ന്യൂസ് ചാനലുകൾ വരുന്നുണ്ട്. പക്ഷെ റേഡിയോയിലൂടെ പുറത്തേക്ക് വരുന്ന വാർത്തകൾ വളരെ കരുതലോടെ മാത്രമാണ് BBC കൊടുക്കുന്നത്. റേഡിയോയിലൂടെ പറയുന്ന എന്തും അകത്തുള്ളവർക്ക് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് വളരെ ശ്രദ്ധിച്ച് മാത്രം റേഡിയോയിലൂടെ ന്യൂസ് റിലീസ് ചെയ്യുന്നത്. മെയ് 3 ഓൻ പലതവണ ജനാലയ്ക്കടുക്കൽ വരികയും മാക്സ് വെർണനോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ ടോണി ക്രാബും സ്ഥലത്ത് വന്നു. ടോണി ക്രാബ് വന്നതും ഓൻ ഒരു കാര്യം ടോണി ക്രാബിനോട് സമ്മതിച്ചു. അന്ന് പകൽ BBC റേഡിയോയിൽ അയാൾ പറയുന്ന ശൈലിയിൽ വാർത്ത കൊടുക്കുകയാണെങ്കിൽ അകത്ത് തടവിലാക്കപ്പെട്ടിരിക്കുന്ന ആളുകളിൽ നിന്ന് 2 പേരെ മോചിപ്പിക്കാം. വളരെ വളരെ നിർണായകമായ ഒരു കാര്യമാണ് ഇപ്പോൾ ഓൻ പറയുന്നത്. നേരത്തെ ഒരാളെ ഓൻ മോചിപ്പിച്ചിരുന്നു, ഇതാ 2 പേരെ കൂടെ മോചിപ്പിക്കാൻ ഓൻ റെഡിയാവുകയാണ്. അതേ സമയത്ത് തന്നെ ഒരു കാര്യം കൂടി ടോണി ക്രാബിനോട് ഓൻ പറഞ്ഞു, ഈ ക്രൈസിസ് എൻഡ് ചെയ്യുമ്പോൾ മാത്രമേ അയാൾ ബ്രിട്ടീഷുകാരെ മോചിപ്പിക്കത്തുള്ളൂ. കാരണം ഈ ക്രൈസിസ് വലിച്ചു നീട്ടുന്നത് ബ്രിട്ടീഷ് സർക്കാരാണ്. അവർക്ക് പ്രഷറൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അവർ പ്രഷറൈസ് ചെയ്തിരുന്നുവെങ്കിൽ ലണ്ടനിലുള്ള വിവിധ അറബി രാജ്യങ്ങളിലെ അംബാസഡർമാർ എപ്പോഴേ അവിടെ എത്തിയനെ, അയാളുമായി നെഗോഷിയേഷൻ തുടങ്ങിയനെ. ബ്രിട്ടൻ പ്രഷറൈസ് ചെയ്യാത്തത് കൊണ്ടാണ് ആ അംബാസഡർമാർ വരാത്തത്. ഓനെ കാര്യങ്ങൾ അറിയാം. അതുകൊണ്ടാണ് ടോണി ക്രാബിനോട് ഓൻ അങ്ങനെ പറഞ്ഞത്, ബ്രിട്ടീഷ് ഹോസ്റ്റേജസിനെ ഏറ്റവും അവസാനമേ മോചിപ്പിക്കുമെന്നും. അങ്ങനെ അയാൾ പറയുമ്പോൾ പുറത്ത് കാവൽ നിൽക്കുന്ന പോലീസുകാരും പത്രലേഖകരും നാട്ടുകാരും എന്ന് വേണ്ട വാർത്ത കാണുന്ന ആളുകളൊക്കെ ആ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങി. ആരെയായിരിക്കും ഓൻ മോചിപ്പിക്കാൻ പോകുന്നത്? അകത്തുള്ള അനവധി ആളുകളുടെ ബന്ധുക്കൾ പുറത്തുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊക്കെ വല്ലാത്ത ടെൻഷനിലാണ്. ഓൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബ്രോഡ്കാസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ഓൻ്റെ മുന്നിൽ നിന്ന് തിരിഞ്ഞ ടോണി ക്രാബ് പെട്ടെന്ന് തിരിഞ്ഞ് ഓനോട് ചോദിച്ചു, അല്ല, ഞങ്ങൾ ഈ വാർത്തകൾ ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ബന്ധുക്കളെ വിട്ടില്ലെങ്കിലും? അത് കേട്ടതും ഓൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ ചെയ്യാം, ഒരാളെ ഞാൻ നേരത്തെ വിടാം, നിങ്ങൾ ന്യൂസ് ബ്രോഡ്കാസ്റ്റ് ചെയ്താലുടൻ ഞാൻ 2ാമത്തെ ആളെ വിടാം. ഓൻ പറഞ്ഞ ആ വാചകം 2 ഭാഗത്തിൻ്റെയും വിട്ടുവീഴ്ചയാണ് സൂചിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ട് അത് ന്യൂസ് ചാനലുകൾ അപ്പോൾ തന്നെ ഫ്ലാഷ് ചെയ്തു. ശരിക്കും അകത്തുള്ള ആളുകളുടെ ബന്ധുക്കൾക്കും നാട്ടുകാർക്കുമൊക്കെ അതൊരു വല്ലാത്ത ആശ്വാസമായി മാറി. അപ്പോഴും ആ ചോദ്യം മുന്നിൽ നിൽക്കുകയാണ്, അകത്തുള്ള ആരെയായിരിക്കും ഓൻ മോചിപ്പിക്കാൻ പോകുന്നത്?
ആരെയാണ് ഓൻ മോചിപ്പിക്കുന്നതെന്ന് ആർക്കും അറിയത്തില്ല. എല്ലാവരും ആകാംക്ഷയോടുകൂടി എംബസിയുടെ ആ പ്രധാന വാതിൽക്കിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ആ വാതിൽ തുറന്ന് ഒരു സ്ത്രീ പുറത്തേക്ക് വന്നു. ഹയക് എന്ന ഒരു ലേഡിയാണ് പുറത്തേക്ക് വന്നത്. ആ സ്ത്രീ പ്രഗ്നന്റ് ആണ് എന്ന കാരണത്താലാണ് ഓൻ അവരെ പുറത്തേക്ക് വിട്ടത്. സത്യത്തിൽ ആ സ്ത്രീ പ്രഗ്നന്റ് ആയിരുന്നില്ല. അവര് പ്രഗ്നന്റ് ആണെന്ന് ബാക്കിയുള്ള ആളുകൾ കൂടി ഓനെ ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഓൻ അവരെ പുറത്തേക്ക് വിട്ടതാണ്. ആ ലേഡി പുറത്തേക്ക് വന്നതും അവരെ പോലീസ് ഔട്ട് പോസ്റ്റിലേക്ക് കൊണ്ടുവന്നു. പോലീസിന്റെ ആ ക്യാമ്പ് ഓഫീസിലെത്തി അവരോട് അകത്തുള്ള വിവരങ്ങളൊക്കെ പോലീസ് തിരക്കി തുടങ്ങി. പറഞ്ഞതുപോലെ BBC ന്യൂസ് ബ്രോഡ്കാസ്റ്റ് ചെയ്തു. ന്യൂസ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് റേഡിയോയിലൂടെ കേട്ട ഓൻ അടുത്ത നിമിഷത്തിൽ ഒരു പാകിസ്ഥാൻകാരനെ റിലീസ് ചെയ്തു. ഒരു അലിയാണ് റിലീസ് ചെയ്തത്. ആ അലിയെ റിലീസ് ചെയ്യാനുള്ള ഏക കാരണം അയാളുടെ കൂർക്കം വലിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അയാളുടെ കൂർക്കം വലി കാരണം ഓനും അകത്തുള്ള ബന്ദികൾക്കും നേരെ ചുവ കണ്ണെന്ന് അടയ്ക്കാൻ പോലും പറ്റിയിട്ടില്ല. കൂർക്കം വലി കാരണം അലിയുടെ ജീവൻ രക്ഷപ്പെട്ട കാര്യം പെട്ടെന്ന് തന്നെ വലിയൊരു വാർത്തയായി. അന്ന് രാത്രി ഏകദേശം 11 മണിയായപ്പോൾ SAS ടീം എത്യോപ്യൻ എംബസിയുടെ മുകളിലൂടെ ഇറാനിയൻ എംബസിയുടെ മുകളിലെത്തി. ശബ്ദമുണ്ടാക്കാതെ വളരെ ശ്രദ്ധിച്ച് മുകളിലെത്തിയ ആ SAS ടീം എങ്ങനെയാണ് ആ എംബസിക്കകത്തേക്ക് അടക്കേണ്ടതെന്നാണ് രഹസ്യമായി നോക്കിയത്. ആ ഇറാനിയൻ എംബസിയുടെ മുകളിലെത്തിയ SAS ടീമിന്റെ ശ്രദ്ധയിൽ അപ്പോൾ ഒരു ലൈറ്റ് പെട്ടു. ശരിക്കും ഒരു വലിയ സ്കൈലൈറ്റാണ് ആ ഇറാനിയൻ എംബസിയുടെ മുകളിലുള്ളത്. ആ ലൈറ്റ് സൂക്ഷ്മമായി പരിശോധിച്ച SAS ടീമിന് ഒരു കാര്യം ഉറപ്പായി. ആ ലൈറ്റ് അഴിച്ചു മാറ്റാൻ പറ്റിയാൽ ആ ലൈറ്റ് ഫിറ്റ് ചെയ്തിരിക്കുന്ന ദൂരത്തിലൂടെ എംബസിക്കുള്ളിലേക്ക് ഇറങ്ങാം. ആ ലൈറ്റ് പരിശോധിച്ച SAS ടീം ആ ബിൽഡിങ്ങിന്റെ മുകളിലുള്ള ചിമ്മിനികളും പരിശോധനയ്ക്ക് വിധേയമാക്കി. ആ ചിമ്മിനിയിൽ കയറ് കെട്ടിയാൽ ആ കയറ് വഴി ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴേക്ക് പുറകിലൂടെ ഇറങ്ങാൻ പറ്റും. അങ്ങനെ ഇറങ്ങി വരുമ്പോൾ കാണുന്ന ഏതെങ്കിലും ജനാല ചവിട്ടി പൊളിച്ച് അവർക്ക് അകത്ത് കിടക്കാം, അല്ലെങ്കിൽ ജനാല ബോംബ് വെച്ച് തകർത്ത് അകത്ത് കിടക്കാം. 5 നില ബിൽഡിങ്ങിന്റെ ഗ്രൗണ്ട് ഫ്ലോറും അതുപോലെ ഫസ്റ്റ് ഫ്ലോറും തകർക്കാൻ പാടാണെന്ന് ഏകദേശം ബോധ്യമുള്ളത് കൊണ്ട് അതിന് മുകളിലുള്ള 2nd, 3rd, 5th ഫ്ലോറുകൾ ഏതെങ്കിലും ഒന്നാണ് തകർക്കേണ്ടത്. അതിനുവേണ്ടിയാണ് അവർ ആ ഭാഗമൊക്കെ പരിശോധിച്ചത്. രാത്രിയിൽ അകത്ത് ബന്ദികൾക്ക് കാവൽ നിൽക്കുന്ന ആ ഭീകരന്മാർ ബിൽഡിങ്ങിന്റെ പുറത്ത് നടക്കുന്ന ആ കാര്യം ഒട്ടും അറിഞ്ഞിട്ടില്ല. രാത്രി SAS പരിശോധന കഴിഞ്ഞതോടുകൂടി ബന്ദി നാടകത്തിന്റെ 4ാമത്തെ ദിവസം അങ്ങനെ തീരുകയാണ്. മെയ് 4 ഇറാൻ എംബസിയിൽ ആ ഭീകരന്മാർ കയറിയതിന്റെ 5ാം ദിവസം. അന്ന് പകൽ ലണ്ടനിലുള്ള വിവിധ അറബി രാജ്യങ്ങളിലെ അംബാസഡർമാരെ നെഗോഷിയേഷന് വേണ്ടി ബ്രിട്ടീഷ് സർക്കാർ ബന്ധപ്പെടുന്നുണ്ട്. ആ അംബാസഡർമാർ ബ്രിട്ടീഷ് സർക്കാരിനോടും ബന്ധപ്പെടുകയാണ്. ഇറാൻ എംബസിയിൽ അകപ്പെട്ടിരിക്കുന്ന ശരിക്കും നിരപരാധികളായ ആളുകളുടെ ജീവൻ അപകടത്തിലാക്കാതിരിക്കാൻ വേണ്ടി ബന്ദികൾ പറയുന്നത് പോലെ അവർക്കൊരു സേഫ് പാസേജ് ഒരുക്കി കൊടുക്കണമെന്നാണ് അംബാസഡർമാർ ബ്രിട്ടീഷ് സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. പക്ഷേ പ്രധാനമന്ത്രി മാർഗരറ്റ് താച്ചർ അവരുടെ നയം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഒരു കാരണവശാലും ആ ഭീകരന്മാരെ ലണ്ടൻ വിട്ടു പോകാൻ അനുവദിക്കില്ല എന്ന് താച്ചർ തീർത്തു പറഞ്ഞു. ഭീകരന്മാരോട് ഒരു തരത്തിലുള്ള സന്ധിക്കും അവർ തയ്യാറല്ല. സർക്കാരിൻ്റെ ആ കടുംപിടുത്തം സ്വാഭാവികമായിട്ടും ആ അറബി രാജ്യങ്ങളിലെ അംബാസഡർമാരെ വല്ലാതങ്ങ് കുഴക്കി. അറബി രാജ്യങ്ങളിലെ അംബാസഡർമാർ അവരുടെ രാജ്യത്തെ ഗവൺമെന്റുകളോട് ചർച്ച ചെയ്തതിന് ശേഷമാണ് നെഗോഷിയേഷന്റെ ഭാഗമാകാൻ തീരുമാനിച്ചത്. പക്ഷെ സർക്കാർ കടുംപിടുത്തത്തിലാണ്. ഭീകരന്മാരോട് സന്ധിയില്ല. ഇതിനിടയിൽ പോലീസ് സംഘം ഒരു ഐഡിയ ആലോചിച്ചു. എല്ലാ ദിവസവും അകത്തുള്ള ബന്ദികൾക്കും അതുപോലെ ഭീകരന്മാർക്കുമായിട്ട് ഭക്ഷണം എത്തിക്കുന്നുണ്ട്. ആ ഭക്ഷണത്തിൽ എന്തെങ്കിലും കലർത്തിയാലോ, അതാണ് അവരുടെ ആലോചന. ഭക്ഷണം കഴിച്ചാൽ അകത്തുള്ള എല്ലാവരും മയങ്ങി വീഴണം. എല്ലാവരും മയങ്ങി വീണ് കഴിഞ്ഞാൽ പിന്നെ ഒരു കമാൻഡോ ഓപ്പറേഷൻ വളരെ എളുപ്പമാണ്. ഡോക്ടർമാരുടെ സംഘത്തോട് പോലീസ് അതിൻ്റെ സാധ്യത ഇറക്കിയപ്പോൾ ഡോക്ടർമാർ ആ വിഷയത്തിലെ പ്രശ്നം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. മിക്കവാറും അകത്തുള്ള ഭീകരന്മാർ ബന്ദികളെ കൊണ്ട് ഭക്ഷണം കഴിപ്പിച്ചു നോക്കി നിശ്ചിത മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും ഭക്ഷണം കഴിക്കുക. ബന്ദികളൊക്കെ മയങ്ങി വീഴുന്നത് കണ്ടാൽ സ്വാഭാവികമായിട്ടും ഭക്ഷണത്തിൽ മയക്കുമരുന്ന് ചേർത്ത വിവരം അവർ അറിയും. ബന്ദികൾ ഭക്ഷണം കഴിക്കാതെ ഭീകരന്മാർ ഭക്ഷണം കഴിക്കാനുള്ള ഒരു സാധ്യതയുമില്ല. ഡോക്ടേഴ്സും മറ്റ് പ്രമുഖ വ്യക്തികളൊക്കെ ആ കാര്യം പോലീസിനോട് സൂചിപ്പിച്ചപ്പോൾ ആ ഐഡിയ അവസാനം ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ അവസാനം മെയ് 5 എത്തി.
ഈ ബന്ദി നാടകത്തിന്റെ 6-ാം ദിവസം മെയ് 5 അതിരാവിലെ ഓൻ ലോക്കിനെ വിളിച്ചുണർത്തി. ലോക്കിനോടായി ഓൻ പറഞ്ഞു, ആ ബിൽഡിങ്ങിനകത്തേക്ക് ആരോ നുഴഞ്ഞു കയറിയിരിക്കുകയാണ്. ആരാണ് നുഴഞ്ഞു കയറിയെന്ന് കണ്ടുപിടിക്കാനാണ് ലോക്കിനോട് ഓൻ ആവശ്യപ്പെട്ടത്. രാവിലെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തപ്പെട്ട ലോക്ക് ഓന്റെ ആവശ്യപ്രകാരം മുകളിലത്തെ നിലകളിലേക്ക് കയറി പരിശോധിച്ചു. അതിനുശേഷം അയാൾ താഴെ ഓന് റിപ്പോർട്ട് ചെയ്തു. ആരും അകത്തേക്ക് നുഴഞ്ഞു കയറിയിട്ടില്ല. രാത്രിയിൽ ആരോ ബിൽഡിങ്ങിനുള്ളിലേക്ക് നുഴഞ്ഞു കയറിയെന്നൊരു തോന്നൽ ഉണ്ടായതുകൊണ്ടാണ് ഓൻ അതിരാവിലെ ഓക്കിനെ കൊണ്ട് ആ ബിൽഡിംഗ് മുഴുവൻ പരിശോധിപ്പിച്ചത്. ലോക്ക് ആരും നുഴഞ്ഞു കയറിയിട്ടില്ല എന്ന് പറയുമ്പോഴും ഓന് വല്ലാത്ത സംശയമുണ്ട്. അയാൾ നിൽക്കുന്ന മുറിയിലെ ചുവരിന് ലേശൊരു പ്രശ്നമുള്ളതുപോലെ അപ്പോഴാണ് ഓന് തോന്നിയത്. ആ ചുവര് ബൾജ് ചെയ്ത് വരികയാണ്. ആ ചുവര് തകർത്ത് അതുവഴി കമാൻഡോസ് അകത്ത് വരാൻ ശ്രമിക്കുകയാണെന്ന് ഒരു തോന്നൽ പെട്ടെന്ന് ഓനുണ്ടായി. ലോക്കിനെ ആ ചുവരിനടുത്തേക്ക് കൊണ്ടുവന്ന ഓൻ ലോക്കിനോട് ആ ചുവര് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു. ആ ചുവര് മുഴുവൻ തപ്പി നോക്കിയ ലോക്ക് ഓനോട് പറഞ്ഞു, ഏയ് ഇത് കുഴപ്പമൊന്നുമില്ല, എനിക്ക് തോന്നുന്നില്ല പോലീസ് ഇതുവഴി ഇടിച്ചു കയറുമെന്നു. പോലീസ് ഓഫീസറായ ലോക്ക് അങ്ങനെ തീർത്ത് പറയുമ്പോഴും ഓന് സംശയം മാറുന്നില്ല. യഥാർത്ഥത്തിൽ ആ ചുവരിന്റെ മറുപുറത്ത് എത്യോപ്യൻ എംബസിയാണ്. ആ എത്യോപ്യൻ എംബസിക്കകത്തുള്ള കമാൻഡോസ് ആ ചുവരിലെ കട്ടകൾ പതുക്കെ പതുക്കെ ഇളക്കി എടുത്തിരിക്കുകയാണ്. ആ കട്ടകൾ ഇളക്കി എടുത്തിട്ട് ആ കട്ടകൾ ഇരുന്ന സ്ഥലത്ത് മൈക്രോഫോണുകൾ പിടിപ്പിക്കുന്ന ഒരു ശ്രമമാണ് അവർ ചെയ്തത്. അങ്ങനെ അവർ ശ്രമിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ചുവര് ചില ഭാഗത്ത് ചെറുതായിട്ട് ഒന്ന് തള്ളിയിട്ടുണ്ട്. അതാണ് ഇപ്പുറത്ത് ഇറാൻ എംബസിയിലുള്ള ഓന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയത്. ലോക്ക് പ്രശ്നമൊന്നും ഇല്ല എന്ന് തീർത്ത് പറഞ്ഞെങ്കിലും സംശയം മാറാത്ത ഓൻ ആ തടവുകാരുടെ കൂട്ടത്തിലുള്ള മുഴുവൻ ആണുങ്ങളെയും മുകളിലത്തെ നിലയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം കഴിഞ്ഞ 4 ദിവസവും ആ ഹോസ്റ്റേജസ് താമസിച്ചത് ആ മുറിയിലാണ്. അവിടെ നിന്നാണ് അവരെ മുകളിലത്തെ നിലയിലേക്ക് മാറ്റുന്നത്. ഇപ്പോൾ ടെൻഷൻ ആ ബിൽഡിങ്ങിന് ചുറ്റും മാത്രമല്ല, എൻ്റെ ബ്രിട്ടനിലും ലോകം മുഴുവനും ടെൻഷൻ ആവുകയാണ്. അകത്തുള്ള ഭീകരന്മാരുടെ കയ്യിൽ ഗ്രനേഡുകളും അതുപോലെ വൻ ആയുധശേഖരവുമുണ്ട്. അത് അവർ ഉപയോഗിച്ചാൽ അകത്തുള്ള സകല ഹോസ്റ്റേഴ്സും കൊല്ലപ്പെടും. സ്വാഭാവികമായിട്ടും ആ ടെൻഷൻ കൂടിക്കൂടി വരുമ്പോൾ ഉച്ചയ്ക്ക് കൃത്യം 1 മണിക്ക് 1-ാമത്തെ നിലയിലെ ആ ജനാലയിൽ വീണ്ടും ഓൻ പ്രത്യക്ഷപ്പെട്ടു. അയാൾ അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ്, 45 മിനിറ്റിനകം ഒരു അറബി അംബാസഡർ ഇവിടെ എത്തിയില്ലെങ്കിൽ ഞാൻ ഹോസ്റ്റേഴ്സിനെ കൊന്നുടങ്ങും. ഈ സംഭവം തുടങ്ങിയതിന് ശേഷം ഓനല്ലാതെ ഒരാളും പുറത്തുള്ള ആളുകളോട് സംസാരിച്ചിട്ടില്ല. ഓൻ അങ്ങനെ അൾട്ടിമേറ്റമായിട്ട് ഒരു കാര്യം പറഞ്ഞപ്പോൾ ഓൻ അത് ചെയ്യുമോ ഇല്ലയോ എന്നൊരു സംശയം സ്വാഭാവികമായും പോലീസിനുണ്ട്. 1 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആയപ്പോൾ ഓൻ അയാളുമായി നെഗോഷിയേറ്റ് ചെയ്യുന്ന മാക്സ് വർണറോട് പറഞ്ഞു, ഞാൻ ഒരാളെ കൊല്ലാൻ വേണ്ടി തിരഞ്ഞെടുത്തു. ഇറാൻ എംബസിയുടെ പ്രസ് ഓഫീസർ അബ്ബാസ് ലവാനിയെ കൊല്ലാൻ വേണ്ടി താഴത്തെ നിലയിലേക്ക് കൊണ്ടുപോയെന്നാണ് ഓൻ ആ നെഗോഷിയേറ്ററോട് വിളിച്ചു പറഞ്ഞത്. ഈ അബ്ബാസ് ലവാസനി ശരിക്കും രസമുള്ള ഒരു കഥാപാത്രമാണ്. ഇറാനിലെ അയത്തുള്ള ഭരണകൂടം അധികാരം പിടിച്ചതിനെ ഒരു വലിയ സംഭവമായി കാണുന്ന കക്ഷിയാണ് ഈ അബ്ബാസ്. അതുകൊണ്ട് തന്നെ അബ്ബാസ് ഇറാൻ എംബസിയിലെ ആളുകളെ തടവിലാക്കിയിരിക്കുന്ന ആ ഭീകരന്മാരോട് ആ കാര്യം എപ്പോഴും പറയുകയും ചെയ്യും. ഇറാനിൽ ഇപ്പോഴത്തെ ഭരണം ശരിക്കും ഒരു സംഭവമാണെന്നും നിങ്ങൾ അതുകൊണ്ട് ഇറാനൊപ്പം നിൽക്കുകയാണ് വേണ്ടതെന്നൊക്കെ അയാൾ പറയുമായിരുന്നു. അയാളുടെ സംഭാഷണം ആ ഇറാൻ ഭരണകൂടത്തോട് എതിർപ്പുള്ള ആ ഭീകരന്മാർക്ക് വല്ലാതെ അസ്വസ്ഥ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ അബ്ബാസിനെ തന്നെ ഓൻ തിരഞ്ഞെടുത്തത്. ഓൻ പറഞ്ഞതുപോലെ 1 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആയപ്പോൾ 3 തവണ വെടി പൊട്ടുന്ന ശബ്ദം പുറത്തു നിൽക്കുന്ന പോലീസും റോഡ് നിൽക്കുന്ന ആളുകൾ വരെ കേട്ടു. സ്വാഭാവികമായിട്ടും ആ നിമിഷത്ത് തന്നെ TV ചാനലുകൾ ആ വാർത്ത ബ്രേക്ക് ചെയ്തു. ഇറാൻ എംബസിക്കകത്ത് 3 തവണ വെടിയുടെ ശബ്ദം കേട്ടു എന്നാണ് വാർത്താ ചാനലുകൾ ടെലികാസ്റ്റ് ചെയ്തത്. ഓൻ പറഞ്ഞതുപോലെ അബ്ബാസിനെ ഓൻ വെടിവെച്ച് കൊന്നു. ആ ചോദ്യം സകലരും പരസ്പരം ചോദിക്കുകയാണ്. ക്യാബിനറ്റിന്റെ എമർജൻസി റെസ്പോൺസ് ടീമിന് നേതൃത്വം കൊടുക്കുന്ന ഹോം സെക്രട്ടറി വൈറ്റ്ല ആ നിമിഷത്തിൽ ലണ്ടനിൽ നിന്ന് 30 കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലത്ത് ഒരു ഫംഗ്ഷൻ പങ്കെടുക്കുകയാണ്. അവിടെ വെച്ചിട്ടാണ് വൈറ്റ്ല ആ സംഭവം അറിയുന്നത്.
ആ സംഭവം അറിഞ്ഞതും വൈറ്റ്ല അതിവേഗം ലണ്ടനിലേക്ക് തിരിച്ചു. എമർജൻസി റെസ്പോൺസ് ടീം കോബ്രയുടെ ആ മീറ്റിങ്ങിന് നേതൃത്വം വഹിക്കുന്ന വൈറ്റ്ല അതിൽ പങ്കെടുക്കുന്ന ആളുകളോട് എന്താണ് അടുത്ത നടപടി എന്ന് ചോദിച്ചു. ഒരു കമാൻഡോ ഓപ്പറേഷൻ നടത്തിയാൽ എന്ത് സംഭവിക്കുമെന്നാണ് അദ്ദേഹത്തിന് അറിയേണ്ടത്. മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ആളുകൾ വൈറ്റ്ലയോട് പറഞ്ഞത് ഒരു കമാൻഡോ ഓപ്പറേഷൻ നടക്കുകയാണെങ്കിൽ 40% ഹോസ്റ്റേഴ്സും കൊല്ലപ്പെടുമെന്നാണ്. മാർഗരറ്റ് താച്ചർക്ക് സംഭവ വികാസങ്ങൾ റിപ്പോർട്ട് ചെയ്ത വൈറ്റ്ല ആ നിമിഷത്തിൽ തന്നെ SAS തലവൻ ലഫ്റ്റനന്റ് കേണൽ റോസിന് ഒരു കമാൻഡോ ഓപ്പറേഷൻ നടത്താൻ വേണ്ടി റെഡിയാകാനുള്ള നിർദ്ദേശം കൊടുത്തു. ഉത്തരവ് കിട്ടിയാൽ 10 മിനിറ്റിനകം കമാൻഡോ ഓപ്പറേഷൻ നടന്നിരിക്കണം. ആ ഉത്തരവാണ് റോസിന് കിട്ടിയത്. വൈറ്റ്ല റോസിന് ആ നിർദ്ദേശം കൊടുക്കുന്നതിന് മുന്നേ തന്നെ SAS ടീം ഇറാൻ എംബസിയുടെ അതേ വലിപ്പത്തിലുള്ള മോഡൽ ഉണ്ടാക്കി പരിശീലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഇറാൻ എംബസിയിലേക്ക് എങ്ങനെയാണ് നുഴഞ്ഞു കയറേണ്ടതെന്നുള്ള പരിശീലനം ശരിക്കും അൺബിലീവബിളായ ശൈലിയിൽ SAS ടീം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈറ്റ്ലയുടെ നിർദ്ദേശപ്രകാരം SAS ടീം ഒരു കമാൻഡോ ഓപ്പറേഷന് വേണ്ടി റെഡിയായിക്കൊണ്ടിരിക്കുന്ന ഇതേ സമയത്ത് പോലീസ് സമീപത്തുള്ള പള്ളിയിലെ ഇമാമിനെ രംഗത്തിറക്കിയിരിക്കുകയാണ്. ഇമാമിനെ ഇടനില നിർത്തി ആ ഭീകരന്മാരുടെ മനസ്സൊന്ന് മാറ്റുക എന്നുള്ളതാണ് പോലീസിന്റെ ടാർഗറ്റ്. പോലീസിന്റെ അഭ്യർത്ഥന പ്രകാരം പോലീസ് പോസ്റ്റിലെത്തിയ ഇമാം ഫോണിലൂടെ ഓനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സമയം വൈകുന്നേരം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ആ സമയത്ത് തുരുതുര വെടിയുടെ ശബ്ദം കേട്ടു 3 തവണ. രണ്ടാമതും വെടിയുടെ ശബ്ദം കേട്ടതും ഓനുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഇമാമിനും അതുപോലെ പോലീസുകാർക്കും പുറത്ത് റോഡിലുള്ള പത്രക്കാർക്കും ആ കാര്യം ഉറപ്പായി. ക്രൈസിസ് ഇതാ ആരംഭിക്കുകയാണ്. ശരിക്കും അതുവരെയുള്ള ക്രൈസിസിന്റെ മുഖമങ്ങ് മാറുകയാണ്. അങ്ങനെ ഒരു ചിന്ത പത്രക്കാർക്കും പോലീസുകാർക്കും ഉണ്ടായപ്പോൾ തന്നെ ഓൻ ഇമാമിനോട് പറഞ്ഞു, അടുത്ത ഓരോ 30 മിനിറ്റിലും ഒരു ബന്ദി വീതം അയാൾ കൊല്ലുമെന്ന്. ശരിക്കും അയാൾ പറയുന്ന പോലെ ചെയ്യുമെന്ന് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് പോലീസിന് ഏകദേശം ബോധ്യമുണ്ട്. ഓൻ അത് പറഞ്ഞ് ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞതും ഇറാൻ എംബസിയുടെ മുൻവശത്തെ വാതിൽ സാവധാനം തുറക്കുന്നത് സകലർക്കും കാണാം. ആ തുറന്ന വാതിലിലൂടെ ഒരു ചാക്ക് കെട്ടുപോലെ ഒരാൾ പുറത്തേക്ക് എറിയപ്പെട്ടു. പുറത്തേക്ക് ആ ആൾ എറിയപ്പെട്ടതും വാതിൽ അങ്ങ് അടയുകയും ചെയ്തു. പുറത്തേക്ക് വന്നു വീണ ആളുടെ അടുത്തേക്ക് പോലീസുകാർ ഓടിയെത്തപ്പോൾ അവർക്ക് പുറത്തു വീണ ആളെ മനസ്സിലായി. അത് ഇറാൻ എംബസിയുടെ കൾച്ചറൽ അറ്റാഷെ സാവന്റെയാണ്, അബ്ബാസ് സാവന്റെ. അബ്ബാസ് സാവന്റെ ഉടൻ തന്നെ ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അബ്ബാസ് സാവന്റെ പരിശോധിച്ച ഡോക്ടേഴ്സ് അവരുടെ നിഗമനവും ആ സമയത്ത് തന്നെ വെളിപ്പെടുത്തി. സാവന്റെ കൊല്ലപ്പെട്ടിട്ട് 1 മണിക്കൂർ കൂടുതൽ സമയമായി എന്ന് പറഞ്ഞാൽ ആദ്യം കേട്ട ആ 3 വെടി അതാണ് സാവന്റെ കൊന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ വെടിശബ്ദം ആരെയായിരിക്കും വധിച്ചത്? ആ ചോദ്യം സ്വാഭാവികമായിട്ടും പോലീസ് സേനാംഗങ്ങൾ പരസ്പരം ചോദിക്കുകയാണ്. അബ്ബാസിന്റെ ബോഡി ഡോക്ടേഴ്സ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ മെട്രോപൊളിറ്റൻ പോലീസ് കമ്മീഷണർ ഡേവിഡ് മക്കിനെ ഹോം സെക്രട്ടറിയെ ബന്ധപ്പെട്ടു. ഹോം സെക്രട്ടറിയുടെ കമ്മീഷണർ വളരെ വ്യക്തമായി അവരുടെ ആശയം പറഞ്ഞു. സിവിൽ പോലീസിന്റെ കയ്യിൽ കാര്യം നിൽക്കില്ല, മിലിറ്ററി ഇടപെടണമെന്ന് പോലീസ് കമ്മീഷണർ തന്നെ പറഞ്ഞതും ഹോം സെക്രട്ടറി വൈറ്റ്ല ആ നിമിഷത്തിൽ തന്നെ ആ കാര്യം പ്രധാനമന്ത്രി മാർഗരറ്റ് താച്ചറെ അറിയിച്ചു. വൈറ്റ്ല പറഞ്ഞ കാര്യം കേട്ടതും മാർഗരറ്റ് താച്ചർ അപ്പോൾ തന്നെ വൈറ്റ്ലയ്ക്ക് ഓർഡറും കൊടുത്തു. കമാൻഡോ ഓപ്പറേഷൻ എത്രയും പെട്ടെന്ന് നടത്താനാണ് മാർഗരറ്റ് താച്ചർ വൈറ്റ്ലയോട് ആവശ്യപ്പെട്ടത്. ഹോം സെക്രട്ടറി മിലിറ്ററിക്ക് ആ ക്രൈസിസ് മാനേജ് ചെയ്യാനുള്ള അധികാരം കൈമാറുന്ന വിവരം സ്വാഭാവികമായിട്ടും ഫീൽഡിലുള്ള പോലീസ് ഓഫീസർ ജോൺ ഡെല്ലോ അറിഞ്ഞു. വൈകുന്നേരം 7 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആയതും പോലീസ് ഓഫീസർ ജോൺ ഡെല്ലോ ഒരു കരാറിൽ ഒപ്പിട്ടു. ആ എംബസിക്ക് ചുറ്റുമായി പോലീസ് നടത്തുന്ന ഓപ്പറേഷനിൽ നിന്ന് പോലീസ് പിന്മാറുന്നുവെന്നും അധികാരം മിലിറ്ററിക്ക് കൈമാറുന്നു എന്നുള്ള കരാറിലാണ് ജോൺ ഡെല്ലോ ഒപ്പിട്ടത്. ജോൺ ഡെല്ലയ്ക്കൊപ്പം ആ കരാറിൽ കൂടെ ഒപ്പിട്ടത് SAS ഓപ്പറേഷൻ ഹെഡ് ലഫ്റ്റനന്റ് കേണൽ റോസ് ആണ്. ആ കരാറിന്റെ കോപ്പി ഇപ്പോ ഒരു ചരിത്രരേഖയുമാണ്. SAS കമാൻഡോ ഓപ്പറേഷൻ ആരംഭിക്കാൻ പോവുകയാണെങ്കിലും പോലീസ് പൂർണ്ണമായും ഫോർട്ടിൽ നിന്ന് പിന്മാറിയിട്ടില്ല. പോലീസിലെ ആ നെഗോഷിയേഷൻ ചുമതല വഹിക്കുന്ന വെർണോൺ ആ സമയത്തും ഓനുമായി സന്ധിസംഭാഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓന് ഒരു കാരണവശാലും സംശയം തോന്നാതിരിക്കാനുള്ള നടപടികളാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ളത്. പോലീസ് പെട്ടെന്ന് പിന്മാറുന്നതായി കണ്ടാൽ
സ്വാഭാവികമായിട്ടും ഒരു സംശയം ഉണ്ടാകും. പോലീസ് ഓഫീസർ ജോൺ ഡെല്ലോയും SAS-ന്റെ ഓപ്പറേഷൻ ഹെഡ് ലഫ്റ്റനന്റ് കേണൽ റോസും തമ്മിലുള്ള കരാർ ഒപ്പിട്ട ആ നിമിഷത്തിൽ തന്നെ SAS ടീം രണ്ടായി തിരിഞ്ഞു. 16 പേരടങ്ങിയ ഒരു ടീം റെഡ് എന്നും 16 പേരടങ്ങിയ മറ്റേ ടീമിനെ ബ്ലൂ എന്ന് വിളിക്കുക. റെഡ് ടീമിന്റെ ചുമതല ആ എംബസിയുടെ 5, 4, 3 നിലകൾ കൈകാര്യം ചെയ്യുന്നുള്ളതാണ്. അതേസമയത്ത് ബ്ലൂ ടീമിനാണ് താഴ്ന്ന മുകളിലോട്ടുള്ള നിലകൾ കൈകാര്യം ചെയ്യാനുള്ള ചുമതല. ഈ 32 പേരും കറുത്ത നിറത്തിലുള്ള ഒരു ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത്. ഒരു മാസ്ക് ധരിച്ചിട്ടുണ്ട്. ആ മാസ്ക് ടിയർ ഗ്യാസിൽ നിന്നും അതുപോലെ ഗ്രനേഡ് കൊണ്ടുള്ള ആക്രമണത്തിൽ നിന്നും അവരെ രക്ഷിക്കാനുള്ള ഒരു കവചമാണ്. എല്ലാവരുടെ കയ്യിലും ഗണ്ണുണ്ട്. കമ്മ്യൂണിക്കേഷന് വേണ്ടി എല്ലാവരുടെ കയ്യിലും റേഡിയോയും ഉണ്ട്. അന്നത്തെ കാലഘട്ടത്തിലെ കമ്മ്യൂണിക്കേഷൻ സംവിധാനം അവരുടെ കയ്യിലുണ്ടെന്ന് അർത്ഥം. സമയം 7 മണി കഴിഞ്ഞ് 23 മിനിറ്റ്. ആ സമയത്ത് റെഡ് ടീമിലെ ആ 16 പേരെ 4 പേര് വീതമുള്ള 4 ചെറു ടീമുകളായി തിരിച്ചിട്ടുണ്ട്. അതിലെ 2 ടീം ആ എംബസി ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് കയറി. ഈ സമയത്ത് ഫസ്റ്റ് ഫ്ലോറിലെ ജനാലയിൽ വീണ്ടും ഓൻ പ്രത്യക്ഷപ്പെട്ടു. ഓന്റെ കൂടെ ഉള്ളത് ആ പോലീസ് ഉദ്യോഗസ്ഥനായ ലോക്കാണ്. ലോക്കിന്റെ പുറത്ത് തോക്ക് ചൂണ്ടിരിക്കുകയാണ് ഓന് എന്തോ സംഭവിക്കാൻ പോകുന്ന ഒരു തോന്നലുണ്ട്. അതുകൊണ്ടാണ് ലോക്കിനെ ആ ജനാലക്കിലേക്ക് അയാൾ കൊണ്ടുവന്നത്. ഈ സമയത്ത് ടോപ്പിലെത്തിയ 8-അംഗ ടീം മുകളിലുള്ള ആ സ്കൈലൈറ്റിന്റെ കവചം അഴിച്ചു മാറ്റി. കവചം അഴിച്ചു മാറ്റിയതും ആ 4-അംഗ ടീമിലെ ഒരാൾ അകത്തേക്ക് ഒരു ഗ്രനേഡ് വലിച്ചെറിഞ്ഞു. അതേസമയത്ത് രണ്ടാമത്തെ 4-അംഗ ടീം മുകളിലെ ചിമ്മിനി കെട്ടിയ കയറിലൂടെ അതിവേഗം ബിൽഡിങ്ങിന്റെ പുറകിലേക്ക് പാഞ്ഞിറങ്ങുകയാണ്. ലോക്കിന്റെ പുറത്ത് തോക്ക് ചൂണ്ടിരിക്കുന്ന ഓൻ ശരിക്കും ഞെട്ടുന്നത് അപ്പോഴാണ്. അയാളുടെ തൊട്ടു പുറകിൽ അല്പം മുകളിലായി ഒരു ഭീകര ശബ്ദത്തോടുകൂടി ഗ്രനേഡ് പൊട്ടിയ ശബ്ദമാണ് അയാൾ കേട്ടത്. എന്താണ് സംഭവിക്കുന്നത് കൃത്യമായി ഓന് മനസ്സിലായില്ല. ഭയന്നുപോയ ഓൻ പെട്ടെന്ന് അകത്തേക്ക് ഓടി. ആ നിമിഷത്തിൽ ആ ബിൽഡിങ്ങിന്റെ പുറകിലൂടെ തൂങ്ങി ഇറങ്ങിയായിരുന്ന ആ 4-അംഗ സേന ശക്തമായി അവരെ കാലുകൊണ്ട് ജനാലിലെ ഗ്ലാസ്സിലേക്ക് ഇടിച്ച് അകത്തേക്ക് കയറി. ആ കയറിൽ തൂങ്ങിയാണ് അവർ അകത്തേക്ക് കയറാൻ ശ്രമിച്ചത്. പക്ഷെ ആ സമയത്ത് ആ 4-അംഗ സേനയുടെ ലീഡർ കയറിൽ കുരുങ്ങിപ്പോയി. അയാൾ ചുറ്റിയിരുന്ന കയറ് അയാളെ തന്നെ ചുറ്റിയതുപോലെയായി. ആ ലീഡറുടെ പുറത്ത് ആ കയറ് കുരുങ്ങിയ അതേ സമയത്താണ് അയാൾക്കൊപ്പം താഴേക്ക് മറ്റ് കയറുകളിലൂടെ വന്ന ആളുകൾ താഴെയുള്ള ജനാലകളിലേക്ക് അവരുടെ കൈവശമുള്ള ഗ്രനേഡ് വലിച്ചെറിയുന്നത്. ജനാലകൾ വൻ ശബ്ദത്തോടുകൂടി പൊട്ടിത്തെറിക്കുമ്പോഴേക്കും ആ പൊട്ടിത്തെറി ഉണ്ടാക്കിയ തീജ്വലയിൽ അകത്തുണ്ടായിരുന്ന കർട്ടനുകൾ കത്തി തുടങ്ങി. ആ കത്തുന്ന കർട്ടനടുത്തേക്കാണ് ഈ കയറിൽ കുരുങ്ങിയ നേതാവ് വന്നു പെട്ടത്. എന്ത് ചെയ്യണമെന്നറിയാതെ ബാക്കിയുള്ള കമാൻഡോസ് ശരിക്കും ഞെട്ടിപ്പോയ നിമിഷമാണ്. ആ കമാൻഡോയുടെ ദേഹത്തേക്ക് തീ കത്തി പടരുകയാണ്. അതേ സമയത്ത് മുകളിലെ ആ സ്കൈലൈറ്റ് ഇളക്കി മാറ്റിയ ദൂരത്തിലൂടെ 4 കമാൻഡോസ് അതിവേഗം 5-ാമത്തെ നിലയിലേക്ക് ഇറങ്ങി. 5-ാമത്തെ നിലയിലേക്ക് ഇറങ്ങി അവർക്ക് അവിടെ ആരെയും കാണാൻ പറ്റില്ല. അവര് ആ നില ഒഴിപ്പിച്ചതിന് ശേഷം 4-ാമത്തെ നിലയിലേക്ക് ഇറങ്ങി. ഈ സമയത്ത് റെഡിന്റെ 3-ാമത്തെ ടീമും ബാൽക്കണിയിൽ എത്തിയിരുന്നു. അതേ സമയത്ത് തന്നെ ബ്ലൂ ടീം താഴെ ബേസ്മെന്റിലേക്കും ഗ്രൗണ്ട് ഫ്ലോറിലേക്കും അതുപോലെ ഫസ്റ്റ് ഫ്ലോറിലേക്കും ഇരച്ചു കയറുകയാണ്. ഇതൊക്കെ സൈമിൾട്ടേനിയസ് ആയിട്ടാണ് സംഭവിക്കുന്നത്. കയറിൽ കുരുങ്ങിപ്പോയ 2-ാമത്തെ റെഡ് ടീമിന്റെ ആ ലീഡറുടെ പുറത്ത് കുരുങ്ങിയ കയറ് ഇതിനിടയിൽ ആരോ മുറിച്ചതും അയാൾ വന്നു വീണത് 3-ാമത്തെ ടീമിന്റെ തൊട്ട് പുറകിലാണ്. ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ കർട്ടനുകൾ കത്തിപ്പടരുന്നത് സ്വാഭാവികമായിട്ടും ക്യാമറകൾ ഒപ്പിയെടുക്കുന്നുണ്ട്. ഈ സമയത്താണ് BBC-യുടെ ആ അകത്തുണ്ടായിരുന്ന ലേഖകൻ ഹാരിസ് ജനാല വഴി എത്യോപ്യൻ എംബസിയിലേക്ക് ചാടുന്നത്. അയാള് എത്യോപ്യൻ എംബസിയിലേക്ക് ചാടാനായി ജനാല വഴി പുറത്തേക്ക് ചാടുമ്പോൾ കമാൻഡോ ആയി അവിടെ എത്തിയിരിക്കുന്ന ആള് പുറത്തേക്ക് ചാടുന്ന ഹാരിസിനെ കണ്ടിരുന്നു. ഹാരിസിനെയും ആ കമാൻഡോയും അതുപോലെ തന്നെ TV ക്യാമറകൾ ഒപ്പിയെടുത്തു. ശരിക്കും ലൈവായിട്ട് ആ രംഗം ചാനലുകൾ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ സകല ആളുകളും അമ്പരപ്പോടെ ടിവിയുടെ മുന്നിൽ എണീറ്റ് നിൽക്കുകയാണെന്ന് പറയാം. ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു കമാൻഡോ ഓപ്പറേഷൻ നടക്കുകയാണ്. തീ പടരുന്നത് കൃത്യമായിട്ട് തന്നെ TV ചാനലിൽ കാണാനുണ്ട്. മരണവെപ്രാളത്തോടെ ഒരാൾ ജനാലിൽ നിന്ന് പുറത്തേക്ക് ചാടുന്ന രംഗവും അതുപോലെ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് കയറ് വഴി താഴേക്ക് കമാൻഡോസ് ഊന്നിറങ്ങുന്ന രംഗമൊക്കെ കൃത്യമായിട്ട് ക്യാമറകൾ ഒപ്പിയെടുത്ത് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ ഇറാൻ എംബസിക്കുള്ളിൽ സംഭവിക്കുന്നുണ്ടെന്ന് സ്വാഭാവികമായിട്ടും ഈ കാഴ്ച റോഡിൽ നിന്ന് കാണുന്ന ആളുകൾക്കും മനസ്സിലാകുന്നുണ്ട്. വെടിയുടെ ശബ്ദവും അതുപോലെ സ്ഫോടന ശബ്ദവും പുറത്ത് കേൾക്കാം. ഈ സമയത്ത് അകത്ത് കമാൻഡോകളുടെ ഒരു ടീം ആദ്യത്തെ ഭീകരനെ കണ്ടുമുട്ടി. ആ ഭീകരന് നേരെ
കമാൻഡോസ് വെടിവെക്കുമ്പോഴേക്കും ലോക്കിന്റെ അടുത്തുനിന്ന് ഓടി മാറിയ ഓനെ ലോക്ക് കയറി പിടിക്കുകയും ചെയ്തു. ആ ഭീകരന്മാരുടെ നേതാവായ ഓനെ ലോക്ക് ശരിക്കും അക്ഷരാർത്ഥത്തിൽ കൈപ്പൂട്ടുകൊണ്ട് പൂട്ടുകയായിരുന്നു. അവർ തമ്മിൽ ഒരു സംഘട്ടനം ആരംഭിച്ചു. ഇതിനിടയിൽ സംഭവം കൈവിട്ടു പോയെന്ന് മനസ്സിലായ ഒരു ഭീകരൻ ബന്ദികളാക്കപ്പെട്ടിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലേക്ക് കൂടി. ശരിക്കും ബന്ദികളുടെ അതേ വേഷത്തിലാണ് അയാൾ അവർക്കൊപ്പം കൂടിയത്. ഓനെ ലോക്ക് ഒരു കത്രിക പൂട്ടിട്ട് പിടിച്ചിരിക്കുന്ന അതേ സമയത്ത് മുകളിൽ നിന്ന് താഴേക്കിറങ്ങുന്ന ടീമംഗങ്ങൾ അവിടെ എന്തെങ്കിലും ചതി ഒരുക്കിയിട്ടുണ്ടോ എന്ന് നോക്കി ശ്രദ്ധിച്ചാണ് താഴേക്കിറങ്ങുന്നത്. ശരിക്കും എക്സ്പ്ലോസീവ്സ് അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കമാൻഡോസും അതിനകത്തുള്ള ബന്ദികളും ഒക്കെ ആ നിമിഷം കൊല്ലപ്പെടും. ആ കമാൻഡോസ് കെണിവെല്ലാം ഒരുക്കിയിട്ടുണ്ടോ എന്ന് നോക്കി ശ്രദ്ധിച്ച് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ സുൽത്താൻ സെയ്ദ് എന്ന പേരുള്ള ഒരു ഭീകരൻ അവരെ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്ന ഒരു സ്ഫോടക വസ്തുക്കളുടെ ശൃംഖലയ്ക്ക് തീ കൊടുക്കാൻ ശ്രമിക്കുന്നത് അപ്പോഴാണ്. അവനത് ഇഗ്നേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന അതേ സമയത്ത് പെട്ടെന്ന് ഒരു ഫ്ലെയർ ആ ജനാലെ കൂടി അകത്തേക്ക് എറിഞ്ഞു. സക്കീർ സെയ്ദിന്റെ തൊട്ടടുത്ത് വന്ന് വീണ ആ ഫ്ലെയർ ഒരു വൻ ശബ്ദത്തോടെ പൊട്ടുകയും ആ ഭാഗം മുഴുവൻ പ്രകാശത്തിലേക്ക് കുളിക്കുകയും ചെയ്തു. സെയ്ദിന്റെ തൊട്ടടുത്ത് ശക്തമായ പ്രകാശം ഉണ്ടായതും സെയ്ദിന്റെ കണ്ണ് ഒന്ന് മങ്ങി. കണ്ണിൽ ഇറിറ്റേഷൻ തോന്നിയ സെയ്ദ് ആ കമാൻഡോസിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ടെലക്സ് റൂമിലേക്ക് ഓടിക്കേറി. അതിശക്തമായ പ്രകാശത്തിൽ കണ്ണ് മങ്ങിപ്പോയ സെയ്ദ് ടെലക്സ് റൂമിലേക്ക് ഓടിക്കേറപ്പോൾ തന്നെ അയാളുടെ കയ്യിലുള്ള പിസ്റ്റൾ ഉപയോഗിച്ച് അയാൾ അകത്തുള്ള ഹോസ്റ്റേജസിനെ വെടിവെക്കാനും തുടങ്ങി. അയാളുടെ ആദ്യത്തെ വെടി ഒരാളുടെ ബട്ടക്സിൽ തന്നെ കൊണ്ടു. അയാൾ തലങ്ങും വിലങ്ങും വെടിവെക്കുകയാണ്. ഈ സമയത്ത് അയാളുടെ തൊട്ടുപുറകെ കമാൻഡോസ് ഓടി വരികയാണ്. ശരിക്കും കമാൻഡോസിന്റെ വെടിയുണ്ടകൾ സെയ്ദിന്റെ പുറകെ തന്നെ ഉണ്ട്. ആ വെടിയുണ്ടകളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട സെയ്ദ് ആ ടെലക്സ് റൂമിനകത്ത് വെടി തൂർത്തുകൊണ്ടിരിക്കുമ്പോൾ കമാൻഡോസ് ആ മുറിയുടെ തൊട്ടടുത്തെത്തി. ആ നിമിഷത്തിലാണ് സെയ്ദ് ഒരു കാര്യം മനസ്സിലാക്കുന്നത്. അയാളുടെ ഗണ്ണിലെ വെടിയുണ്ടകൾ തീർന്നു. ഗണ്ണിൽ വെടിയുണ്ടയില്ല എന്ന് മനസ്സിലായതും തോക്ക് വലിച്ചെറിഞ്ഞ സെയ്ദ് താഴേക്ക് ഒരൊറ്റ ഓട്ടം. ഈ നിമിഷത്തിൽ മുകളിൽ നിന്ന് താഴേക്ക് ഓടി ഇറങ്ങി വരികയായിരുന്ന സെയ്ദിനെ ഫോളോ ചെയ്യായിരുന്ന കമാൻഡോസ് ടെലക്സ് റൂമിലേക്ക് ഓടിക്കേറിയ സെയ്ദ് തിരിച്ചിറങ്ങി ഓടുന്നത് കണ്ടു. അവർ സെയ്ദിനെ നോട്ടമിട്ടിരുന്നാണല്ലോ. ആ നിമിഷം അവർ സെയ്ദിനെ വെടിവെച്ച് വീഴ്ത്തി. ഈ സമയത്ത് തന്നെ ടീം 2 എംബസി ബിൽഡിങ്ങിനകത്തേക്ക് കയറിയിരുന്നു. ആ കൂട്ടത്തിൽ ഒളിച്ചിരിക്കുന്ന ഹനം അലി എന്ന ഭീകരനെ കമാൻഡോസ് കണ്ടു. കമാൻഡോസ് അയാളെ വെടിവെച്ച് വീഴ്ത്തി. കമാൻഡോസിന്റെ കൈയാൽ അങ്ങനെ രണ്ടാമത്തെ ഭീകരന് കൊല്ലപ്പെട്ടു. ഇതിനിടയിൽ കമാൻഡോസിന്റെ മൂന്നാം ടീമിന് മുന്നിൽ വന്നുപെട്ടത് താമീർ മുഹമ്മദ് ഹുസൈൻ എന്ന ഭീകരനാണ്. കമാൻഡോസിനെ കണ്ടത് തമീർ ഓഫീസ് റൂമിനകത്തേക്ക് ഓടി. ടീം 3 തമീറിനെ ഫോളോ ചെയ്ത് വരുമ്പോഴാണ് അവൻ ഓഫീസ് മുറിക്കകത്തേക്ക് കയറിയത്. ഈ സമയത്താണ് ടീം 4 അവിടെ എത്തുന്നത്. ടീം 3യും ടീം 4ഉം കൂടി ആ ഓഫീസിന്റെ വാതിൽ വെടിവെച്ച് തകർത്തു. വെടിവെച്ച് തകർത്തുകൊണ്ട് അകത്ത് കയറിയ ആ ടീം തുരുതുര നിറയൊഴിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ അരിപ്പ് ആയി മാറിയ ഒരു ബോഡി താഴേക്ക് വീണു. താഴേക്ക് വീണത് തമീർ ഹുസൈനാണ്. 2 ഡസനിലധികം വെടിയുണ്ടകളാണ് തമീറിന്റെ ബോഡിയിലേക്ക് കയറിയിരുന്നത്. ഇതിനിടയിൽ ഓനെ ശരിക്കും കത്രിക പോട്ടിട്ട് പിടിച്ചിരുന്ന ലോക്കിന്റെ അടുത്തേക്ക് ടീം 3 എത്തിയിരുന്നു. ടീം 3 പോലീസ് ഓഫീസർ ലോക്ക് ആ ഓനെ പിടിച്ചിരിക്കുന്നത് ദൂരന്നേ കണ്ടു. അവർ ലോക്കിന് മാറാനുള്ള നിർദ്ദേശം കൊടുത്തതും ഓനെ തള്ളി ലോക്ക് മാറിയതും ഓന്റെ പുറത്തേക്ക് വെടിയുണ്ടകളുടെ ഒരു ശരവർഷം തന്നെ ഉണ്ടായി. കമാൻഡോസ് അവരുടെ അരിശം മുഴുവൻ ഓന്റെ പുറത്ത് തീർക്കുകയായിരുന്നു. ഇതിനിടയിൽ 5ാമത്തെ ഭീകരനെയും കമാൻഡോസ് വധിച്ചിരുന്നു. 5 ഭീകരനെയും വധിച്ചു കഴിഞ്ഞതും സകല സ്ഥലവും കമാൻഡോസ് അരിച്ചു പറക്കി തുടങ്ങി. എവിടെയെങ്കിലും ആരെങ്കിലും ഒളിച്ചിരിപ്പുണ്ടോ എന്ന് കമാൻഡോസ് നോക്കുമ്പോഴേക്കും ബന്ദികളായ സ്ത്രീകളെയും പുരുഷന്മാരെയും താഴെ ഗ്രൗണ്ടിലേക്ക് എത്തിക്കുകയാണ്. ഗ്രൗണ്ടിലേക്ക് ആ ആൾക്കൂട്ടത്തിനെ എത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ആൾക്കൂട്ടത്തിന്റെ ഭാഗമായിട്ട് ഒരു ഭീകരൻ പതുക്കെ നുഴഞ്ഞു കയറി. അയാൾ ശരിക്കും ബന്ദികളെ പോലെ വേഷം ധരിച്ചിരിക്കുകയാണെന്ന് പറയാം. അയാളുടെ പേര് ഫൗസി നജാദ് എന്നാണ്. പുറത്തേക്ക് കൊണ്ടുവന്ന ഹോസ്റ്റേജസിൽ ആരെങ്കിലും ഭീകരരായിട്ടുണ്ടോ എന്ന് കമാൻഡോസിന് അറിയില്ല. അതുകൊണ്ട് തന്നെ കമാൻഡോസ് സകല ആളുകളെയും കുനിച്ചേർത്തിരിക്കുകയാണ്. അവരുടെ മുഖം തറയിലേക്ക് ചേർത്ത് പിടിച്ച് അവരെ പരിശോധിച്ചു തുടങ്ങി. ഈ സമയത്താണ് ആ ഹോസ്റ്റേജസിൽ ഒരാൾ ഫൗസി നജാദിനെ തിരിച്ചറിയുന്നത്. അവൾ കമാൻഡോസിന് അയാളെ കാണിച്ചു കൊടുത്തു. ഫൗസി നജാദിനെ ആ ലേഡി ചൂണ്ടിക്കാണിച്ചതും ദേഷ്യം വന്ന ഒരു കമാൻഡോ
ഫൗസിക്ക് നേരെ നിറയൊഴിക്കാനായി പോയതാണ്. പക്ഷെ ആ സമയത്ത് മറ്റു കമാൻഡോസ് കയറി ഇടപെട്ടതുകൊണ്ട് ഫൗസി വെടിയേക്കാതെ രക്ഷപ്പെട്ടു. ഈ ബന്ദി സംഭവത്തിൽ ജീവനോടെ പിടിക്കപ്പെട്ട ഏക കക്ഷി അങ്ങനെ ഫൗസി നജാദായി. ഒരു സെക്കൻഡിന്റെ 100% വ്യത്യാസത്തിൽ അയാൾ കൊല്ലപ്പെടേണ്ടതായിരുന്നു. ഭാഗ്യത്തിന് മറ്റ് കമാൻഡോസ് ഇടപെട്ടതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടതാണ്. 45 മിനിറ്റ് എടുക്കുമെന്ന് SAS ടീം കണക്കൂട്ടിയ ആ ബന്ദികളെ രക്ഷിക്കുന്ന ഓപ്പറേഷന് SAS ടീം ആകെ എടുത്തത് 17 മിനിറ്റാണ്. 17 മിനിറ്റ് കൊണ്ട് ആ ബിൽഡിങ്ങിലെ മുഴുവൻ സ്ഥലവും അരിച്ചു പിറക്കിയ അവർ 19 ബന്ദികളെ മോചിപ്പിക്കുകയും 5 ഭീകരന്മാരെ വെടിവെച്ചു കൊല്ലുകയും ഒരാളെ ജീവനോട് പിടികൂടുകയും ചെയ്തു. ഫൗസി നജാദിനെ ആ കമാൻഡോസ് ബന്ദിയാക്കുന്ന അതേ സമയത്ത് തന്നെ അഗ്നിശമന സേനാംഗങ്ങളും അവിടെ എത്തി. ഈ സമയത്ത് ആ എംബസി ബിൽഡിങ്ങിലെ കർട്ടനുകളൊക്കെ തീപിടിച്ചിരുന്നതുകൊണ്ട് ആ തീ അകത്തുള്ള ഫർണിച്ചറും അതുപോലെ മറ്റ് സംവിധാനങ്ങളും കത്തുന്നതിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ആ തീ ഇറാന്റെ ആ എംബസി പൂർണ്ണമായും വിഴുങ്ങും മുമ്പ് അഗ്നിശമന സേനയുടെ ആളുകൾ ആ ബിൽഡിങ്ങിലേക്ക് ഇരച്ചു കയറുകയും അതിവേഗം നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. ഒരു ഭാഗത്ത് ഫയർഫോഴ്സുകാർ തീ അണയ്ക്കുന്ന ശ്രമം നടത്തുമ്പോൾ മറുഭാഗത്ത് ആ ബന്ദികളാക്കപ്പെട്ട ആളുകളെ അതിവേഗം ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അവർക്ക് ആർക്കെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടോ എന്ന് നോക്കാനുള്ള പരിപാടിയാണ് ഒരു ഭാഗത്ത് നടക്കുന്നത്. ഇതേ സമയത്ത് ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ആ ബിൽഡിങ്ങിലേക്ക് ഉറ്റുനോക്കുമ്പോൾ SAS ടീം അവരുടെ നടപടികളൊക്കെ അതിവേഗം പൂർത്തീകരിക്കുകയാണ്. SAS ടീമിന്റെ പ്രത്യേകത അവർ ഒരിക്കലും പബ്ലിസിറ്റിയുടെ പുറകെ പോകില്ല എന്നുള്ളതാണ്. എന്നിട്ടും ഓപ്പറേഷൻ നിമ്രോദ് എന്ന് വിളിക്കപ്പെട്ട ഈ കമാൻഡോ ഓപ്പറേഷൻ പൂർത്തീകരിച്ചപ്പോൾ പ്രധാനമന്ത്രി മാർഗരറ്റ് താച്ചർ തന്നെ നേരിട്ടെത്തി ഓരോ SAS അംഗത്തെയും വ്യക്തിപരമായി അഭിനന്ദിക്കുകയായിരുന്നു. ശരിക്കും ബ്രിട്ടനെ മുൾമുനയിൽ നിർത്തിയ 6 ദിവസങ്ങളാണ് കഴിഞ്ഞുപോയത്. ലോകത്ത് ഇതുപോലെ എംബസികൾ ആക്രമിക്കപ്പെടുകയും ആളുകൾ തടവിലാക്കപ്പെടുകയും ചെയ്യുന്ന അനവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ജീവൻ മരണ പോരാട്ടം നടത്തിയാണ് കമാൻഡോസ് അകത്തുള്ള ആളുകളെ രക്ഷിക്കുക. ഓരോ വിജയവും ശരിക്കും നൂൽപാലത്തിലൂടെ നടന്നാണ് കമാൻഡോസ് നേടുന്നത്. അതുകൊണ്ട് തന്നെ 1980 ലണ്ടനിലെ ഇറാൻ എംബസി രക്ഷിക്കാനായി SAS ടീമംഗങ്ങൾ നടത്തിയ ആ ഓപ്പറേഷൻ നിമ്രോദ് ചരിത്രരേഖയുടെ ഭാഗമായത്. ഇതുവരെ ഓപ്പറേഷൻ നിമ്രോദിനെ കുറിച്ച് നിങ്ങളോട് സംസാരിച്ചത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.